പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലമാണ്, അപ്പോൾ കൂടാരത്തിലേക്ക് വിചാരിച്ചു. നല്ല വെയിലല്ലേ. പെഗാസസ് ടൈപ്പിംഗ്. നാട്ടിലെ ന്യൂസ് ഒന്നും കാണാൻ കൂടി വയ്യ, അത്രയ്ക്ക് നെഗറ്റീവാണ്. ഒരു ദിവസം പോയി കിട്ടും. അജുചേട്ടൻ്റെ വേൾഡ് വേറെ ലെവലാണ്. അത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത തണുപ്പാണ്. നിങ്ങളുടെ വീടും കിളികളുടെ ശബ്ദവും ഇമ്രാനോടുള്ള സംസാരം, അജുചേട്ടൻ്റെ സംസാരം എല്ലാം മനസ്സിന് സമാധാനം തരും. ഗുഡ് എനർജി വൈബാണ്. സന്തോഷം. അതന്നെ. നെഗറ്റീവ് കാണണമെങ്കിൽ നമ്മുടെ വാർത്താ ചാനലുകൾ കണ്ടാൽ മതി. ഓരോക്കെ വാർത്തകൾ നമ്മളെ, ചില വാർത്തകളൊക്കെ 2-3 ദിവസം നമുക്കത് മനസ്സിൽ നിന്ന് പോവില്ല, ഭയങ്കര ഹോണ്ട് ചെയ്യും അല്ലേ ഓരോ കാര്യങ്ങളെ. അപ്പോൾ നമ്മുടെയും കൂടി ചാനലിൽ കൂടെ നിങ്ങൾക്ക് ദുഃഖം തരണ്ടല്ലോ. അപ്പം നമ്മൾ സന്തോഷമാണ് തരുന്നത്, പോസിറ്റീവ് എനർജിയാണ് തരുന്നതെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അന്നൂസ് വേൾഡ്. അജുചേട്ട, സരിത ചേച്ചി, പല വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഓരോരുത്തർ പറഞ്ഞു. ഡ്യൂട്ടിയുടെ സ്ട്രെസ് എല്ലാം ഒന്ന് മാറി കിട്ടുന്നത് നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴാണ്. ഞാനും ഒരു കുഞ്ഞു യൂട്യൂബറാണ്, അതൊരു സിമ്പിൾ കാര്യം അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഫേർട്സ് എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ വീഡിയോസ് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്ന സമയങ്ങളിൽ എനിക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുണ്ട്, പറഞ്ഞാൽ തീരില്ല. ഒരുപാട് ഇഷ്ടത്തോടെ. സന്തോഷം. രാസിലുലു. അജയൻ സരു. നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ, അവരുടെ സ്വഭാവം അതാണ്. നമുക്ക് നിങ്ങളെ പെരുത്തിഷ്ടം. ജഗുമോനെ ടാറ്റ. അടുത്തത് രജിത പ്രവീൺ കുമാർ. സരിത, പാസിന്റെ പ്രജനന സമയത്ത് സോറി പാമ്പിന്റെ പ്രജനന സമയത്ത് ഇപ്പോൾ ഇടിവെട്ടാറില്ല, അതുകൊണ്ട് എല്ലാ മുട്ടയും വിരിയും. അതുകൊണ്ടാണ് ഇത്രയും പാമ്പ് കൂടിയത്. മാസം തെറ്റിയുള്ള മഴയും ഇടിയും ഒക്കെ അല്ലേ. ഞങ്ങളുടെ പറമ്പിൽ നിന്ന് 2 പെരുമ്പാമ്പിനെ ഇന്നലെ പിടിച്ചു. ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയെ എന്താ വലിപ്പം. ഒന്ന് പടിയുടെ മുകളിൽ കള്ളി മുണ്ട് ചുരുട്ടി വെച്ച പോലെ കിടക്കുകയായിരുന്നു. ഞങ്ങൾ വാതിൽ തുറന്നപ്പോൾ എന്തോ പടിയിൽ തുണി ചുരുട്ടി വെച്ചിരിക്കുന്നത്. ഈശ്വരാ എന്നാണ് തോന്നിയത്. ഇപ്പൊ പേടിയാണ് പുറത്തിറങ്ങാൻ. പാമ്പ് പിടുത്തക്കാരൻ പറഞ്ഞു അതിന്റെ മക്കളും ഈ പ്രദേശത്ത് ഉണ്ടാവും. കുത്തി തൊണ്ടയിൽ. സൂസൻ ജെയിൻ. പാമ്പിന്റെ കാര്യം അപ്പൊ നമ്മുടെ പാമ്പിനെ കണ്ടെത്തിയില്ല, വെള്ളം കിണറ്റിൽ പൊങ്ങി തുടങ്ങി. അപ്പൊ അത് ഇരിക്കുന്നു എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു പൊത്തുണ്ട്, അതിൽ വെള്ളം കയറുമ്പോൾ അത് വേണമെങ്കിൽ മോളിക്ക് കയറി വരുമായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് പോയാവും. പോട്ടെ. സൂസൻ ജെയിൻ. കഴിഞ്ഞ കമൻറ്റ് വായനയിൽ എൻ്റെ കമൻറ്റ് വായിച്ച് ഒത്തിരി സന്തോഷം. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ആണ് കാണുന്നതെന്ന് എഴുതിയപ്പോൾ സരിത പറഞ്ഞില്ലേ, അയ്യോ സൂക്ഷിച്ച് റോഡ് നോക്കി ഓടിക്കണേ എന്ന്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഇടയ്ക്ക് കുത്തി കയറ്റാൻ ഓട്ടോ ഒന്നുമില്ല. പിന്നെ ഡ്രൈവിംഗ് നല്ല സേഫാണ് ഇവിടെ. എല്ലാ വീഡിയോസ് കാണാറുണ്ട്. ഇൻ കേസ് സെയിം ഡേ കാണാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ കാണും. എല്ലാവരെയും ഒത്തിരി ഇഷ്ടം. സന്തോഷം. ഞാനല്ലേ, എനിക്ക് വണ്ടി ഓടിച്ചൂടെ, അജുവിനെ എന്തിനെങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കണേ, 2 വീലർ പഠിച്ചുകൂടെ എന്നൊക്കെ എനിക്ക് കമൻറ്റ് വരുന്നുണ്ട്. ഞാൻ 2 വീലർ പഠിച്ചതാണ്, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്. ലൈസൻസ് അവിടെ വീട്ടിൽ ഭദ്രമായിട്ട് അളമാരിയുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് പേടിയാണ്. സത്യം പറയാലോ, നമുക്ക് ചിലപ്പോൾ ആ ഡ്രൈവിങ് പഠിച്ച ആ ഒരു സമയത്ത് നമ്മളെപ്പോഴും വണ്ടി ഓടിച്ച് ചേട്ടൻ എന്നെ കൊണ്ടുപോയി ഗ്രൗണ്ടിലൊക്കെ പഠിപ്പിക്കുമായിരുന്നു, റോട്ടിൽ കൂടെ ഓടിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അതിൻ്റെ പിന്നാലെ തന്നെ എന്നും വണ്ടി എടുത്ത് പുറത്ത് പോയിരുന്നുവെങ്കിൽ ആ പേടി പോകുമായിരുന്നു. പക്ഷെ പിന്നെ പോകേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ലേ പുറത്തേക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ എന്നും ജോലിക്ക് പോകണമെന്നാണെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് തന്നെ വണ്ടി എടുത്ത് പോയിരുന്നെങ്കിൽ അതങ്ങനെ ശീലമായേനെ. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കാണ്ടിരുന്നിട്ട് എനിക്ക് പേടിയാണ്. അപ്പം അത് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ പേടി പോവും. നമ്മൾ കുറച്ചൊന്ന് ഓടിപ്പിച്ച് പഠിച്ചാൽ മതി, പേടി പോവും. നമ്മൾ വണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളുകൊണ്ട് ആഗ്രഹമില്ല. അല്ലല്ല, അങ്ങനെയല്ല. ഞാനത് മുന്നേ തന്നെ സരിതയോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഈ വണ്ടി ഓടിയിരിക്കുന്നതല്ലേ, നമ്മളിവിടെ വെറുതെ അത് കാണിക്കണില്ല. ശരിക്കും എനിക്ക് താല്പര്യം ഉണ്ടോ ഇല്ല എന്നുള്ള പോട്ടെ. ചേട്ടന് താല്പര്യം ഉണ്ടോ? നീ ഓടിപ്പിച്ചോ, ധൈര്യമായിട്ട് ഓടിപ്പിച്ചോ. എന്താ എന്റെ താല്പര്യം എന്താ നോക്കണത്? പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണ്ട. നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് വേണം നിനക്ക് ഇത് ചോദിക്കാന്ന്. മറ്റേ സിനിമയിൽ പറഞ്ഞില്ലേ, ഇതിന്റെ സിനിമയുടെ പേര് ജയ് 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 ജയ. സ്വാതന്ത്ര്യം അല്ല പറഞ്ഞത്. എന്നോട് തന്നെ ചോദിക്കുന്നത് വണ്ടി ഓടിപ്പിക്കാൻ. ചേട്ടനോട് ഞാൻ അനുവാദം ചോദിച്ചില്ല, എനിക്ക് വേണ്ട ചേട്ടന്റെ അനുവാദം. പക്ഷെ ഞാൻ വണ്ടി എടുത്തപ്പോ പുറത്തേക്ക് പോവാന്ന് പറയാണെന്ന് വിചാരിക്കും. അപ്പൊ ചേട്ടന് കുഴപ്പമില്ലേന്ന്. നീ നന്നായി ഓടിക്കുന്ന ആളാണെങ്കിൽ എനിക്കൊരു മടിയില് നീ പുറത്തേക്ക് പോണേ, ഇതിനൊരു കുഴപ്പമില്ല. ഇതൊന്നുമില്ല, വെറുതെ നമ്മൾ ഈ എന്താ പറയാ. അപ്പൊ ഞാനേ പറഞ്ഞു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂസൻ ചേച്ചിയുടെ കമന്റ് വായിച്ചപ്പോ ഞാൻ ആലോചിച്ചെന്ന് അറിയൂ,
ഞാൻ എന്നിട്ട് രാത്രിയൊക്കെ സ്വപ്നം കാണാറുണ്ട്, ഞാൻ വണ്ടി ഓടിക്കണത് ഉറങ്ങുമ്പോൾ സ്വപ്നം കാണും. വണ്ടി ഓടിക്കണത് എപ്പോഴും ഞാൻ കാണാം വിദേശമാണ്. അത് ചിലപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പടങ്ങൾ കാണുന്നതുകൊണ്ടായിരിക്കാം. വിദേശത്തെ റോഡ് അപ്പോൾ എല്ലാതും വൺ വേ ആണ്. പിന്നെ ഇടയ്ക്ക് ഓരോ വണ്ടികളുള്ളൂ ഇങ്ങനെ ലോങ് പോകുമ്പോട്ടെ. സിറ്റിയിലത്തെ കാര്യമല്ല, നമ്മളിങ്ങനെ അങ്ങനത്തെ അധികം ആൾ പ്രചാരം ഇല്ലാത്ത സ്ഥലത്ത് കൂടെയൊക്കെയുള്ള വണ്ടി ഓടിക്കില്ല, അങ്ങനത്തെ ഒക്കെ പടം ഡ്യുവൽ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള റോഡുകൾ, ഇങ്ങനെ വിജനമായ റോഡ്, കണ്ണടച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പോവാം. അങ്ങനത്തെ റോഡൊക്കെ ആയിരുന്നെങ്കിലും ഇവിടെ ഞാൻ എന്തായാലും വണ്ടി എടുത്ത് ഇറങ്ങിയെന്ന് തോന്നുന്നു എനിക്ക്. അതാണ് ഞാൻ ഉദ്ദേശിച്ച പറയാൻ വന്നത്. അടുത്തത് ഷാജിയോ റിയൽ ലൈഫ്. വീഡിയോയിൽ കാണാൻ ഈ വീഡിയോ കാണാൻ ഓപ്പൺ ചെയ്തോ അജു ഡ്രസ്സിൻ്റെ കാര്യം പറയുന്നതിന് മുൻപ് ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്തു പറ്റി ഡ്രസ് കോഡ് മാറ്റിയെന്ന്. നമ്മൾ രണ്ടുപേരും ഒരേ ഡ്രസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാണ് കമന്റ് വായിച്ചത്. അതെ, ഡ്രസ്സിന്റെ നിറം മാറിയാലും മനസ്സ് ചേർന്ന് പോയാൽ മതി. നമ്മുടെ വാവ സുരേഷ് അതിഥിയെ നാട്ടിൽ നിന്നും പിടിച്ച് കാട്ടിൽ കൊണ്ടുവിടും. അതിഥി 2 ദിവസം കഴിയുമ്പോൾ നാട്ടുകാരെ കാണാൻ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരും. അജു പറഞ്ഞില്ലേ പണ്ട് ഇത്രയൊന്നും പാമ്പില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കൂടുതലാണെന്ന്. ഇതാണ് കാരണം. ലവ് യു ഗൈസ്. നമ്മൾ വാർത്തയിലൊക്കെ കണ്ട് പട്ടിക്കാട് വാണിയമ്പാറ വശത്താണ്ട് അവിടെ ജനവാസ കേന്ദ്രങ്ങളിലാണ്ട് പാമ്പിനെ കൊണ്ടിട്ടെന്ന് പറഞ്ഞിട്ട്, പിടിച്ച പാമ്പിനെ കൊണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള റോഡ് ഇറങ്ങുന്നുണ്ടല്ലേ ജനങ്ങൾ. അടുത്തത് ലതാ മോഹൻ. നിങ്ങളുടെ പ്രതികരണ പരിപാടി കാണാനിരിക്കുമ്പോൾ പരീക്ഷാ പേപ്പറുമായി ടീച്ചർ വരുന്നതാണ് ഓർമ്മ വരുന്നത്. എൻ്റെ പേര് വിളിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരുന്ന് ഉച്ചയൂണ് കഴിച്ച ഞാൻ മീൻ വറുത്ത് കഴിക്കാൻ മറന്നുപോയി. ലാസ്റ്റ് പാത്രത്തിൽ നോക്കിയപ്പോൾ ഒരു മൂലയിൽ എന്നെ വേണ്ടേ ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് മീൻ വറുത്തത് എന്നെയും നോക്കിയിരിക്കുന്നു. പിന്നെ അതെടുത്ത് വെറുതെ കഴിച്ചു. ഇവിടെ പരീക്ഷാ പേപ്പർ കിട്ടി ജയിച്ചു എന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് മീൻ വറുത്തത്. ഇപ്പം എന്താ, ഇപ്പം ഒന്നും കൂടി സന്തോഷമായില്ലേ? എന്ത് രസമായിട്ട് ഓരോരുത്തർ എഴുതണല്ലേ. ഭാവനകൾ വളരുന്നു. ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ ഫുൾ പോസിറ്റീവാ, ഒരു കുറ്റങ്ങളും പറയാനില്ല, ഒന്നും പറയില്ല. എല്ലാവരും നമ്മുടെ വീഡിയോ അങ്ങനത്തെ പോസിറ്റീവ് ആയതുകൊണ്ടാവാം നല്ല രസമായിട്ട് എല്ലാവരും എഴുതും. എല്ലാവരും സർഗ്ഗവാസനകളൊക്കെ ഉയർന്ന് പോസിറ്റീവായിട്ട് തന്നെ എല്ലാവരും എഴുതുക. ഒരു 6 ദിവസം 7 ദിവസത്തെ വീഡിയോയിൽ ഒരു 2500ഓളം കമന്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അതിൽ നിന്ന് 10-80 കമന്റ് നമ്മൾ എടുത്തിട്ടുള്ളൂ, ഒരാഴ്ചയിൽ എടുക്കണല്ലോ. 2500 കമന്റാ ഏകദേശം ഉണ്ടാവും. അടുത്തത് ഷിനി ശ്രീ ഈസി കിച്ചൻ. താങ്ക് യു എന്നെ അന്വേഷിച്ചതിലും കമന്റ് വായിച്ചതിനും. ഞാനൊരു മാസം നാട്ടിലായിരുന്നു, നിങ്ങളുടെ വീഡിയോ കാണാൻ പറ്റാറില്ല. എന്നും നിങ്ങളുടെ വീഡിയോ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ നാട്ടിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ ആ വിഷമം മാറി. ഒരു ദിവസം ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എനിക്ക് ഒരു മാസത്തെ വീഡിയോ ആണ് കാണാൻ കിട്ടിയത്. ദിവസം 3-4 വീഡിയോ വെച്ച് കണ്ട് സന്തോഷിച്ചു അർമാദിച്ചു. ഇന്നലെയാണ് ലാസ്റ്റ് പെൻഡിങ് വീഡിയോ കണ്ടു തീർത്തേ. ഇപ്പം തീർന്ന വിഷമത്തിലാണ് ഞാൻ. അത് നമ്മുടെ മിനി ചേച്ചി പറയും, ബ്രൂണലത്തെ മിനി ചേച്ചിയില്ലേ, മിനി തോമസ് ചേച്ചി പറയും, നാട്ടിൽ വരുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ, മറ്റേ വിദേശത്തായിരിക്കുമ്പോൾ ഇവർക്ക് സമയമുണ്ട്. ഇപ്പോൾ ഭർത്താവ് ജോലിക്ക് പോയി വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഫ്രീ ആയി. ഇത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും സമയമില്ലല്ലോ, കുറേ കാര്യങ്ങളുണ്ടാവും ചെയ്യാം, കുറച്ച് ദിവസത്തേക്കാവില്ലേ വരുന്നുണ്ടാവുക. അപ്പോൾ പക്ഷേ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ, അല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും കാണുമെന്ന് പറയാ. നമ്മൾ ഈ സജീവൻ ടൂർ പോയപ്പോഴേ ഇവിടേക്കാണ് ആൻഡമാനിലേക്കാണ് ടൂർ പോയപ്പോൾ അവിടെ ബീച്ചിൽ ഒരു ചേച്ചി ഇരുന്നിട്ട്, ഇവരെ കൂടെ ഇപ്പം ടൂർ പോയിട്ടുള്ള ഒരു ചേച്ചിയാണ് ഇരുന്നിട്ട് നമ്മുടെ വീഡിയോ രാഗിണ്ട് എന്റെ വർത്താനം കേൾക്കണത് എവിടെ നിന്ന് സരിതേച്ചിയുടെ വർത്താനം കേൾക്കണത് നോക്കിയപ്പോ ഒരു ചേച്ചി വീഡിയോ കാണും. അപ്പൊ ഈ ആളുകള് കറങ്ങിറങ്ങുന്ന ആ സമയത്തിനുള്ളിൽ നമ്മുടെ അന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ ഇല്ലേ, അതിന് കാണാന്ന് സന്തോഷം. അത് നമുക്ക് ഈ ബാലരമ പൂമ്പാറ്റൊക്കെ നമ്മൾ വരുത്തണില്ലല്ലോ. ഈ കമന്റ് വായിച്ചപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നു. പണ്ട് 4ലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ബാലരമയും പൂമ്പാറ്റൊക്കെ ബുക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് വല്ല വീടുകളിലേക്കൊക്കെ പോകുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ 2-3-4 ലക്കങ്ങളൊക്കെ ഒരുമിച്ചിരിക്കുന്നത് കണ്ടാലേ ഫസ്റ്റത്തെ പേജ് തൊട്ട് ഒരു ഇതുപോലെ എടുത്ത് വിടാണ്ട് ഇങ്ങനെ വായിക്കും. ചിലപ്പോൾ ആദ്യം മായാവി എടുത്ത് വായിക്കുക, അങ്ങനത്തെ വല്ലതും വായിക്കുക, അങ്ങനെ ഓരോന്നോരോന്നും. പിന്നെ അതില്ല, ഫസ്റ്റ് പേജ് തൊട്ട് ഒന്നും വിടാണ്ട് വായിച്ച് അടുത്തെടുത്ത് അപ്പോഴത്തേക്ക് അവിടെ നിന്ന് പോവാറാവാവോ, അമ്മയച്ഛൻ്റെയും കൂടെയൊക്കെ എങ്ങടെയെങ്കിലും വന്നേക്കണതോ ഏതെങ്കിലും വീട്ടിൽ വിരുന്ന് വന്നതൊക്കെയോ അപ്പോഴൊക്കെയോ ഈ ബുക്കുകൾ കേട്ടാ. അങ്ങനെ അബ്ദുൾ അലി, ഒരു മാസത്തെ ശമ്പളമല്ല 5 രൂപ, ഒരു ദിവസത്തെ ശമ്പളം എന്ന് പറയുക. 5 രൂപ നിങ്ങൾ പറഞ്ഞതിൽ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഞാനും നിങ്ങളുടെ വയസ്സാണ്, 58 വയസ്സ്.
ഒരു തെറ്റും പറ്റിയിട്ടില്ല. അന്ന് 5 രൂപയാണ് ഒരു മാസം വർക്ക്ഷോപ്പിൽ പണിത് ആദ്യം കിട്ടിയത്. മീനാ ശ്രീധരൻ, എൻ്റെ സരിതക്കുട്ടി, ഈ കാർത്തിക നാളുകാർ എല്ലാം ഒരുപോലെയാണോ? ഇവിടെ ചേട്ടൻ എല്ലാം എന്നോട് ചോദിക്കും, എന്നിട്ട് നേരെ തിരിച്ചു ചെയ്യും. ശരിക്കും നമുക്ക് ദേഷ്യം വരും. പിന്നെ ഒരു കാര്യം ഒന്നും കണ്ടറിഞ്ഞ് ചെയ്യില്ല. അതിൽ അജു ഭേദമാണ്. പണിയെടുത്ത് നടു ഒടിഞ്ഞ് വീണിടുന്നാലും അറിയില്ല. സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യയുടെ കൂടെ സഹകരിച്ച് നിൽക്കുന്നതിലാണ് കാര്യം. ഇതൊക്കെ കറക്റ്റാ കാർത്തിക നാളുകാരി. എൻ്റെ അച്ഛൻ കാർത്തിക നാളാട്ടാ. അപ്പം അച്ഛനും ഇതുപോലെ തന്നെ അമ്മോരെന്ന് പറഞ്ഞൊന്നും കേൾക്കില്ല. ഒക്കെ ഇരട്ടിപ്പണി ചെയ്യേണ്ടി വരും. 2 മൈനയുടെ നടക്കുന്നുണ്ട ഇവിടെ. കണ്ട് അത് കാർത്തിക നാളുകാർക്ക് മാത്രം കണ്ടറിഞ്ഞിട്ടൊന്നും ചെയ്യൊന്നുമില്ല. പറഞ്ഞു ഞാൻ ചെയ്യും, അത്ര തന്നെയുള്ളൂ. കണ്ടറിഞ്ഞൊന്നും ചെയ്യൊന്നുമില്ല. ശാന്തകുമാരി, വിടമാട്ടെ കോവിൽ മാമിയെ വിടരുത് അജു. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം. മനോഹരമായ പരിസരം എത്ര കണ്ടാലും മതിയാകില്ല. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അത് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മീനാക്ഷി കോവിലമ്മേനെ നമുക്ക് മനസ്സിൽ തേട്ടി വരും. അതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പക്ഷെ ആ ചേച്ചി കാരണം നമുക്ക് നല്ലതേ ഉണ്ടായി. പാവം ചേച്ചി. ഇപ്പം എനിക്ക് ആ ചേച്ചിയോട് പാവം തോന്നുന്നു. അതിൻ്റെ ഒരു ഗതികേട്. നേരത്തെ അതിന് അങ്ങനത്തെ ഒരു കമന്റ് തോന്നിയാവോ പാവം. മായാദേവി, അജുവിന്റെ കലാഹൃദയം തുടിക്കുന്നു. മഴ വരട്ടെ, സരിതയുടെ പാട്ടും പോരട്ടെ. മിഥുൻ പി വേണു, ആ തെങ്ങിന്റെ അടിയിൽ ആഫ്രിക്കൻ മല്ലിയും പിന്നെ പേരറിയാതെ ഏതോ ചീരയും പിന്നെ പേരറിയാതെ എന്തൊക്കെയോ സസ്യങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ് അവിടെ വൃത്തിയാക്കാത്ത എന്ന് നിങ്ങളുടെ വീഡിയോകൾ സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും. എൻ്റെ അജുവേട്ടാ, ആഫ്രിക്കൻ മല്ലിയല്ല. ഇനി എന്തുണ്ടെങ്കിലും അതിൽ നിന്ന് എന്തൊക്കെ കിട്ടുമെങ്കിലും നിങ്ങളൊരു കാരുണ്യവും ഇല്ലാതെ വെട്ടിപ്പറിച്ച് കളയുന്നത് കണ്ടിട്ടുണ്ട്, അത്ഭുതപ്പെട്ടിട്ടുണ്ട്, സങ്കടവും തോന്നിയിട്ടുണ്ട്. ആ ഞങ്ങളോടാണോ ബാല? അതന്നെ ചേട്ടന് തോന്നിയാൽ അത് കളയണം, അവിടെ വൃത്തിയാക്കണം തോന്നിയാൽ അവിടെ എന്ത് പൊന്ന് വിളയണ സാധനം ചേട്ടൻ കളയും. അതല്ല അവിടെ താല്പര്യമില്ലെങ്കിലോ അതെന്തുകൊണ്ട് കളയുന്നില്ല എന്നുള്ളതിന് ഓരോ കാരണങ്ങൾ ഇതുപോലെ പറയും ചെയ്യാം. പറഞ്ഞില്ലെങ്കിൽ ആവും ഇങ്ങനെ ചൊറിഞ്ഞു വരും. അതല്ല, ഞാൻ അതൊക്കെ കളയണതും ഇതൊക്കെ നമ്മുടെ കൃഷി സ്ഥലത്ത് നമ്മൾ ആളുകളെ കാണിക്കും, അത് പറയും, ചെയ്യും, കാണിക്കും, ഒക്കെ ചെയ്യും. ചില മറ്റുള്ള ആളുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൃഷി ചെയ്യുന്നവർ അതൊന്നും കാണിക്കില്ല. അവർ അടുത്ത കൃഷി ചെയ്താൽ വേറെ സ്ഥലം കാണിച്ച് അങ്ങനെ പോകും. നശിപ്പിച്ച് കളയുന്നത് ഒന്നും കാണിക്കില്ല. കാരണം അതൊക്കെ നെഗറ്റീവ് ആളുകൾ ചീത്ത പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചീത്ത പറയുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ ഈ കുറ്റപ്പെടുത്തുന്നതൊന്നും കേൾക്കാൻ താല്പര്യമുള്ളവരായിരിക്കും ഭൂരിഭാഗം പേരും കേൾക്കാനായിട്ട്. നമ്മൾ അല്ല, ഞാൻ ദിവസമുണ്ട് ഞാനത് നമ്മൾ ചെയ്യുന്നത് കാണിച്ചു തരുന്നു. അതുകൊണ്ട് നമ്മൾ കുറേ കേൾക്കാൻ ഇതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത് ജയകുമാരി, സരിതയുടെ കണ്ണ് എന്ന് പറയും. കാരണം സരിത പറഞ്ഞില്ലേ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന്. ആ പപ്പമരം ചേരാണ്ട പപ്പമരം വീണത് അത് ലോഡ് കൂടിയിട്ട് ചെരിഞ്ഞ് നിൽക്കണ്ടായിരുന്നു. ചേരേട്ടൻ മുന്നേ തന്നെ പറയും അതേ നിമിഷം വീഴും. 3-4 കുത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോഡും ഭയങ്കരമായി. അത്രയ്ക്കധികം പപ്പകായന് ഒരു ടണ്ണിൻ്റെ അടുത്ത് 1/2 ടണ്ണിൻ്റെ അടുത്ത് പപ്പകായ അത് മിണ്ടുന്നുണ്ട്. ഈ ചെറിയ തണ്ടുമ്പിലല്ലേ തണ്ടെന്ന് പറയില്ലേ നമ്മൾ, പെട്ടെന്ന് ഓടിക്കുന്ന സാധനമാണല്ലോ, അതുമ്പിലാണ് ഈ ലോഡ് നിൽക്കുന്നത്. സരിതരെ കണ്ടു പറ്റിയിട്ടാണെന്ന് പറയണേ പറയാം. അതെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ടി എൻ്റെ ദൈവമേ, അടുത്ത ജന്മത്തിലെങ്കിലും സരിതേച്ചിയുടെ കൂട്ടും അജുവേട്ടൻ്റെ കൂട്ടും സംസാരിക്കാൻ പറ്റണേ തൃശ്ശൂർ ഭാഷയിൽ. നമ്മുടെ ഭാഷ ഇഷ്ടപ്പെട്ടു. ജയൻ വിജയ, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ വീഡിയോ എന്നും കാണും, പക്ഷേ എന്നും കമന്റ് ഇടാറില്ല. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. വീഡിയോ കാണാൻ നല്ല രസമുണ്ട്. മനസ്സിന് നല്ല സന്തോഷം തരുന്ന ചാനൽ ആണ്. ഗോഡ് ബ്ലസ് യു ഓൾ. സന്തോഷം. സിന്ധു 4:50. ആ ചേച്ചി കാരണം അജു പറമ്പ് വേഗം വൃത്തിയാക്കി. പെട്ടെന്നാണ് പുല്ല് വളരുന്നത്. ഒരു വശം വൃത്തിയാക്കി വരുമ്പോൾ മറുവശം കാടുപിടിക്കും അല്ലേ? എല്ലായിടത്തും ഇത് തന്നെ അവസ്ഥ. പുല്ല് പിന്നെ വളരാൻ വലിയ കാരണമൊന്നും വേണ്ട. അത് ഇങ്ങനെ തഴച്ചു വളരുന്ന സാധനമാണെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മഴക്കാലമാണ്. ഇപ്പം ഈ ചെത്തി വെടുപ്പാക്കി ഒരാഴ്ച അത് മുഴുവൻ ചേട്ടൻ ക്ലീൻ ആക്കി പറമ്പ്. അതിപ്പോൾ കാടാവുന്ന മാത്രമല്ല, നട്ടത് എല്ലാ സാധനങ്ങളും മിക്കവാറും പോവും വെള്ളം കെട്ടി നിന്നിട്ട്. രചന ഉത്തമൻ, മാവില നല്ലതാണ്. നിറയെ പൊട്ടാഷാണ്. ഇഞ്ചിക്ക് നിറയെ ചവറിടണം. പിന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന എനിക്ക് നിങ്ങളുടെ കൃഷിത്തോട്ടം വളരെ ഇഷ്ടമാണ്. ഇഷ്ടത്തോടെ നിങ്ങളെയും സ്നേഹത്തോടെ. സന്തോഷം, വളരെ സന്തോഷം. മാവിൻ്റെ ഇല നല്ലതാണ്. ആരൊക്കെയോ മുന്നേ കമന്റ് ഇട്ടിരുന്നു മാവിൻ്റെ ഇല നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും. അടുത്തത് സ്നേഹലത നായർ. സോ ഫണ്ണി സരിതാസ് ഒബ്സർവേഷൻ ഓഫ് അജു.
സ്വീറ്റ് ആൻഡ് ഇൻ്റലിജൻ്റ് അജു ആൻഡ് പ്രാക്ടിക്കൽ സരിത സൂപ്പർ കോംബോ കപ്പിൾ. അടുത്തത് അനിത പി. 13:32 അജു സരിതയുടെ തലയിലിട്ട് പപ്പ ട്രീ ഫോൾ. പപ്പമരം വീണ് എൻ്റെ തലയിലിട്ടൂന്ന്. സോ ഫണ്ണി അജു. അതെ, സരിത പൊട്ടിച്ചു, പപ്പമരം വീണു നോക്കി. ജെസ്സി ടാർസിസ്. അജു വെണ്ടയ്ക്ക് പൊട്ടിക്കുമ്പോഴുള്ള ആവേശം കണ്ടപ്പോൾ ചിരിച്ചു മടുത്തു. എന്തായാലും സരിത വന്നുകൊണ്ട് അജു ഒരു വാശിക്ക് ആ വശം വൃത്തിയാക്കി. അടുത്തത് ആദർശ് പണിക്കർ. നമസ്തേ അജു ഏട്ടാ, സരിത കൊള്ളാം. ഒരു കുഞ്ഞു വീഡിയോ. പറമ്പിൽ വൃത്തിയാക്കലും കഥകളും വർത്തമാനങ്ങളും പിന്നെ കുറച്ച് കൃഷി പരിചരണങ്ങളും കൃഷി സമൃദ്ധിയിലേക്ക് എത്താൻ പുതിയ നട്ടു നനയ്ക്കലും എല്ലാം മനോഹരം. പുല്ല് കണ്ട് പാഞ്ഞു എന്ന് പറയുന്ന ആ ചേച്ചി പുല്ലിനുള്ളിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന മുത്തുകളെ കണ്ടില്ല എന്നതാണ് അവരുടെ കുറ്റം. പിന്നെ അവർക്ക് എത്തി എന്ന് പറയുന്നത് തന്നെ ഒരു സാങ്കല്പിക ചിത്രമാണല്ലോ. അതൊന്നും കാര്യമാക്കണ്ട, മുന്നോട്ട് പോവുക. ഹാപ്പി, സ്നേഹം, ഇഷ്ടം. മറ്റൊരു വർണ്ണമനോഹരമായ അധ്യായത്തിനും പാട്ടിനുമായി കാത്തിരിക്കുന്നു. സസ്നേഹം പണിക്കർ. സന്തോഷം. അടുത്ത ഉഷാകുമാരി. അയ്യോ, ആ പപ്പായ മരം കണ്ട് കൊതിച്ചതാണ്, അത് വീണു പോയോ? എൻ്റെ കണ്ണെങ്ങാനും കിട്ടിയതാണോ? അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. പപ്പായ അങ്ങനെയാണ്, ഭാരം താങ്ങില്ല. കപ്പത്തണ്ടിന് ബലമില്ലല്ലോ. എല്ലാവരുടെയും കണ്ണു ദോഷം ആ പാവം മരത്തിന് കിട്ടിക്കാണും. പിന്നെ വർഷകാലാവാൻ പോകണല്ലോ, വർഷകാലാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ചെരിയും. അത് വീഡിയോയിൽ കാണിച്ചില്ലെങ്കിലും വീണേനെ. അത്രേ ഉള്ളൂ. ആലിസ് സി വി. ഞാൻ നിങ്ങളുടെ ഷോപ്പ് തപ്പി ഹൈലൈറ്റ് മാളിൻ്റെ പുറകുവശത്തുകൂടി നടന്ന് ടെമ്പിൾ വരെ എത്തി. നടന്നത് മിച്ചം, ഷോപ്പ് കണ്ടില്ല. കറക്റ്റ് പ്ലേസ് പറയാമോ? അയ്യോ, അമ്പലത്തിന് തൊട്ട് മുമ്പ് അതേ ബാക്കിൽ കൂടെ പോയി ഉണ്ടാവുക. കടയുടെ ഹൈവേയുടെ സർവീസ് റോട്ടിൽ കൂടെ വരണം. അപ്പോഴാ ഷോപ്പിന്റെ ഫ്രണ്ട് വശം. മണ്ണുത്തിയിലെ സർവീസ് റോഡ് ഉണ്ട്. സ്കോഡയുടെ ഷോറൂം എത്തുന്നതിലും തൊട്ട് മുമ്പാണ് ഇവരെ ഷോപ്പ്. അതിൻ്റെ അപ്പുറത്തെ ആ റോഡിൻ്റെ അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ എന്നിട്ട് മോഡേൺ ഇലക്ട്രിക്കൽസിൻ്റെ ഷോപ്പ് അപ്പുറത്ത്, ഹൈവേയുടെ അപ്പുറത്ത് കാണാൻ. അതിൻ്റെ ശരിക്കും നേരെ ഓപ്പോസിറ്റാണ് ഇവരെ ഷോപ്പ്. ഫസ്റ്റ് ഫ്ലോറാണ് നമ്മുടെ. താഴത്തെ നില മാരുതി സുസുക്കിയുടെ ബിആർഡിയുടെ സുസുക്കിയുടെ കമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെ ഷോറൂമാണ്. അത് നോക്കിയാൽ മതി. അതിന്റെ മുകളിൽ എസ് സുസുക്കിയുടെ ചിഹ്നം ഉണ്ടല്ലോ, എസ്, അത് കാണാം. അതിന്റെ മുകളിൽ തന്നല്ല, ആ ബിൽഡിങ്ങിൽ. ഒരു പ്രവാസി. 5:25. ഞാനും വിടില്ല, കാരണം അതുപോലെ വിഷമമായി. ഒന്നും അറിയാണ്ട് ഓരോ തോന്നിയാസം പറഞ്ഞാൽ അത് സഹിക്കില്ല. അജുവേട്ടൻ അതുപോലെ വിഷമമായി എന്നറിയാം. മീനാക്ഷി കോവിലമ്മച്ചിയുടെ കാര്യം പറയണത്. വിടില്ല ഞാൻ. VVS ക്രിയേറ്റീവ് വർക്ക്സ്. അജുവിന്റെ പറമ്പിൽ പുല്ലെങ്കിലും കിളിർത്തു. മീനാക്ഷി തമ്പുരാട്ടി പോകുന്നിടത്ത് ഒരു പുല്ല് പോലും കിളിർക്കില്ല. അവളോട് പോകാൻ പറ. ആളുകൾ തമാശ പറയുന്നുണ്ടാ. അടുത്ത് രാസിലുലു. അജു, താങ്കൾ സൂപ്പർമാൻ. എന്തിനാണ് പെണ്ണുങ്ങളെ കൊണ്ട് കഠിനമായി പണിയെടുപ്പിക്കുന്നത്? എല്ലാ ആണുങ്ങളും ഇങ്ങനെ അജുവിനെ പോലെ ചിന്തിച്ചിരുന്നുവെങ്കിൽ. യാ അള്ളാ കാക്കണേ. അജു, നിങ്ങൾ ഒരു നല്ല മനുഷ്യൻ. കഠിനമായ പണികൾ എടുപ്പിക്കാൻ എനിക്ക് പെണ്ണുങ്ങളെ പണി എടുപ്പിക്കാൻ ഇഷ്ടമല്ല. അത് ശരി തന്നെ, അത് പണ്ടേ അങ്ങനെ തന്നെയാണ്. അത് ഞാൻ കല്യാണം കഴിയണേലും മുന്നേ അങ്ങനെ തന്നെയാണ്. ഇവിടെ ചേച്ചിമാരൊക്കെ ഹാർഡായിട്ടുള്ള പണികൾ ചെയ്യുമ്പോൾ ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യും. ചേട്ടൻ പണിയിലല്ല എന്നുണ്ടെങ്കിൽ. PES. സരിതയുടെ കുഴപ്പം കൊണ്ടല്ല പപ്പായ വീണ, അതിന് ഭാരം താങ്ങാൻ പറ്റിയില്ല. പിന്നെ സരിത സംസാരിക്കുന്നതിൽ ഒരു വെച്ചുകെട്ടുമില്ല. എനിക്ക് വലിയ ഇഷ്ടമാണ്. അയ്യോ, സന്തോഷം. അടുത്തത് ഹംസകുമാരി. ഹലോ സരിതേ, അജു, കമന്റുകൾ കുറയുന്നു. നല്ല കമന്റുകൾ മാത്രം മതി നമുക്ക്. മറ്റെന്തും പോയിട്ട് പണി നോക്കട്ടെ. തീർച്ചയായിട്ടും. അല്ല, അതും പറയണമല്ലോ നമുക്ക്. നമ്മളെ കുറ്റം പറയുമ്പോൾ നമുക്ക് നമ്മളെ പുകഴ്ത്തണത് മാത്രം വായിച്ചാൽ പോരല്ലോ. അല്ല, അത് ശരിയായിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞില്ല. അവർ വന്നിരുന്നില്ല, നമ്മൾ CCTV നോക്കി വന്നിരുന്നില്ല, പുല്ലാണ് നമ്മൾ സമ്മതിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിന് വിശദീകരണം തരണ്ടേ? ആ വിശദീകരണം തന്നപ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. സജീവനിക്ക്. നിങ്ങളുടെ ഈ നിഷ്കളങ്കതയാണ് നിങ്ങളെ വലിയവരാക്കുന്നത്. ഇന്നത്തെ ഭക്ഷണം അടിപൊളിയായല്ലോ. സന്തോഷം. റെയിൻബോ പ്ലാന്റർ. പണ്ട് തത്ത പ്രാവ് പിടിക്കാൻ വേടന്മാർ വരും. കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിൽ പൊഴിഞ്ഞുപോയ നെൽക്കതിർ കൊത്താനാണ് പാവങ്ങൾ വരുന്നത്. അവയെ പിടിക്കാൻ വേടം വല വിരിച്ച് കാത്തിരിക്കും. 4 വേടന്മാർ കാണും. 4 സൈഡിൽ നിന്ന് വല പിടിച്ച് വലിച്ച് കുറേയേറെ തത്തകളെയും പ്രാവിനെയും കൊണ്ടുപോകും. ഇത് കണ്ട് സഹിക്കാൻ കഴിയാത്ത നാട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തു. അവറ്റകളെ ഓടിച്ചു വിട്ടു. അജുവേട്ടൻ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഇതൊക്കെ ഓർമ്മ വന്നു. അവർ പിടിക്കാൻ വരെ അന്ന് ഈ ഇതിന് ഇങ്ങനെ പിടിക്കാൻ നിരോധനം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാതരം ഇങ്ങനത്തെ ജീവികളെ പിടിക്കാനായിട്ടുള്ള പക്ഷികളെയും തവളകളെയും ഒക്കെ ഇതിന് പിടിക്കാനുള്ള ആളുകൾ ഈ പല കാലഘട്ടങ്ങളിലാണ്. ഏത് സമയത്താണ് ഇവറ്റുള്ള കൂടുതൽ നമ്മളെ ഈ പാടങ്ങളിൽ കൂടുതൽ കാണാൻ, ആ സമയത്ത് ഇവരുണ്ടാവും ആളുകൾ പിടിക്കാനായിട്ട്. ഇപ്പൊ നെൽകൃഷിന്റെ അല്ല, നെൽകൃഷിയുള്ള കോൾപ്പാടങ്ങളിലൊക്കെ അവിടേക്കൊക്കെ ഈ മറ്റേ ഈ ദേശാടന പക്ഷികൾ വരുന്നില്ല. അത് അവരുടെ പിടിക്കുന്നത് കുറ്റകരമാണ്. അവിടെയൊക്കെ നിരീക്ഷകരുണ്ട്. ഓടിപ്പിക്കാനല്ല, പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഇത് വെക്കേണ്ടി വരും, കേസും കൂട്ടാ.
ഞാൻ വിചാരിച്ചു നെല്ല് തിന്നണത് നോക്കാൻ നിരീക്ഷകരെ നിർത്തി. അല്ല, ഇപ്പോഴാണ് നിയമം കർശനമായിട്ടുള്ളത്. ആദ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം എല്ലാ തരപ്പെടുത്തുകാരുണ്ടായിരുന്നു, കുട്ടികളെ വരെ പിടിച്ചുകൊണ്ട് പോകുന്നവരുണ്ടായിരുന്നു. അടുത്തത് ഷമോദ് KP. കുളക്കോഴിയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. കുറെ പേര് അങ്ങനെ പറയും, കുട്ടിക്കാലം അവരുടെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ വന്നു എന്ന് ചേട്ടൻ ഓരോന്ന് പറയുമ്പോൾ. അടുത്തത് ഉമൈബ KP. തേങ്ങാക്കൊത്ത് ലാസ്റ്റ് അല്ല ഇടുന്നത്, വെളിച്ചെണ്ണയിൽ ഉലുവിട്ടതിന് ശേഷം തേങ്ങാക്കൊത്ത് വെളിച്ചെണ്ണയിൽ ബ്രൗൺ കളർ ആകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം, എന്നിട്ട് ബീഫ് ചേർക്കണം. ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ശരിയാ, ടേസ്റ്റ് ആയിരിക്കും. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടാക്കാതിരിക്കും? ഓഫീസിൽ എല്ലാവരും ഭയങ്കര സീരിയസ് ആയി മസിൽ പിടിച്ചിരുന്ന് വർക്ക് ചെയ്യും. ഞാനും അങ്ങനെ തന്നെ. ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ വീഡിയോ കാണും, അതോടെ ഓഫീസിലാണെന്ന കാര്യം മറന്നു പോകും. ശരിക്കും സ്ട്രെസ് ബസ്റ്റർ ആണ് നിങ്ങൾ. സന്തോഷം. അടുത്തത് നവീൻ വില്യം. ബീഫ് കറിയിൽ ഞാൻ കരിക്കും വിളഞ്ഞ തേങ്ങയും ചേർക്കാറുണ്ട്, ഉലുവ ഇതുവരെ ചേർത്തിട്ടില്ല. ഇനി സരിതയുടെ ഈ ബീഫ് കറി ഒന്ന് പരീക്ഷിക്കാം. അജു ആദ്യം പറഞ്ഞതാണ് ആ കരിക്ക് മുഴുവൻ ചേർക്കാൻ സരിത സമ്മതിച്ചില്ല, എന്നിട്ട് എനിക്ക് കരിക്ക് വേണം, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഇത് തന്നെയല്ലേ അജു ആദ്യം പറഞ്ഞത്? അതിൻ്റെ പകുതി ഇട്ടിട്ട് തന്നെ കണ്ട ആ കറി കണ്ടപ്പോൾ കരിക്കിൻ്റെ കഷ്ണങ്ങളുള്ളൂ, അതിൽ ഇറച്ചി കുറവായിരുന്നു. അപ്പം അത് ഫുൾ ഇട്ടിരുന്നെങ്കിലോ? അല്ല, ഒരു പരിധിയിലപ്പുറം കൂടിയാലും പൊട്ടയല്ലേ, അതാ. ജഗ്ഗു പാവം രണ്ടുപേരുടെ ഇടയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കും. രണ്ടുപേരുടെ അഭിപ്രായം ഞാൻ മനസ്സാ സ്വീകരിക്കുന്നു എന്ന മട്ടിൽ. നിങ്ങൾ 3 പേരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അജുവിൻ്റെ പഴയകാലത്തെ കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അജു പൊട്ടത്തരങ്ങൾ പറയുമ്പോൾ സരിത അത് തിരുത്തി പറഞ്ഞു കേൾക്കാൻ നല്ല രസമാണ്. ഞാൻ അജുവിനേക്കാൾ 2 മാസം മൂത്തതാണ്. അജു പഴയകാലത്തെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ പഴയ കാലത്തുള്ള എൻ്റെ ജീവിതം ഓർക്കും. കഷ്ടപ്പാടുണ്ടെങ്കിലും അതായിരുന്നു നല്ലത്. ലവ് യു സരിത, അജു, ജഗ്ഗു. അസുഖം വന്നപ്പോൾ അതിനെ നേരിട്ട സരിതയുടെ വിൽ പവർ ഗ്രേറ്റ്. ബെറ്റി വില്യം, എറണാകുളം. എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ ആ കാലഘട്ടത്തിലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ശരിക്കും നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പോലെ അത് നമ്മളൊക്കെ കടന്നു പോകുന്നിട്ടുള്ള വഴികളാണല്ലോ, അതൊക്കെ തോന്നും ശരിക്കും. ഇപ്പോഴുള്ളവർക്ക് എന്താ പറയുക, ഇപ്പോഴൊരു പറയുമ്പോൾ എന്താ പറയുക, ഇപ്പോഴുള്ളവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പറയാൻ ഓർമ്മകൾ ഉണ്ടാവും. അടുത്തത് മധു ശിവശങ്കരൻ നായർ. നല്ല രസമാണ് നിങ്ങളുടെ വർത്താനം, പാചകമൊക്കെ കാണാൻ. സത്യത്തിൽ കൊതിയാവുന്നു. എന്നും നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട്. ടി വിയിലായതുകൊണ്ട് കമൻസ് ഇടാറില്ല എന്നേ ഉള്ളൂ. വെരി ഗുഡ്. അജു പറയുന്ന ചെറിയ ചെറിയ നുണകളും അത് തിരുത്തുകയും ചെയ്യുന്ന സരിതയും. സരിതയുടെ കോളിനോസ് ചിരിയും കാണാൻ നല്ല ഭംഗിയാണ്. താങ്ക് യു. കുറേ പേരുണ്ട് ഇപ്പോൾ ടി വിയിൽ കാണുന്ന കാരണം കമൻ്റ് ഇടാത്തവർ. ഒരുമാതിരി ഇപ്പം എല്ലാവരുടെ വീട്ടിലും സ്മാർട്ട് TV, അപ്പോൾ അതിൽ യൂട്യൂബ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഫോണിലിരുന്ന് കാണുന്നതിനേക്കാളും നല്ലതല്ലേ. ഞങ്ങളും ഇവിടെ ടി വിയിൽ തന്നെയാട്ടാ കാണാം നമ്മുടെ വീഡിയോ. ടി വിയിലേക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, കമൻസിന് റിപ്ലൈ കൊടുക്കാൻ രാത്രി ഇരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ വീഡിയോ അപ്പോൾ കാണാൻ തോന്നും. ഓരോ കമൻസ് വായിക്കുമ്പോഴേ ചില ആളുകൾ സമയം വെച്ചിട്ട് ആ സമയത്തെ കാര്യം അത് അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് ചിരിച്ച് വയ്യാണ്ടായി എന്നൊക്കെ പറയുമ്പോൾ എന്തിട്ട് ഇത്രയ്ക്ക് ചിരിക്കാനുള്ള ആ ഭാഗത്ത് നമുക്കത് തോന്നും കാണാൻ. അടുത്തത് സീനത്ത് എമ്മ. ചിക്കൻ ഫ്രൈ സൂപ്പർ. അതോ ലോകത്തിൻ്റെ എല്ലാവർക്കും സ്നേഹാന്വേഷണം. അജുവേട്ടൻ്റെ അധ്വാനം, പുല്ല് വൃത്തിയാക്കൽ, അതിനെ നമിക്കുന്നു. എത്ര വൃത്തിയാക്കിയാലും വീണ്ടും വളർന്നു വരും. ഇന്നത്തെ വീഡിയോ നന്നായിരുന്നു. അടുത്തത് സർണി എഴുതിയിട്ടുണ്ട് കേട്ടോ, 3 വട്ടം. ഞാൻ വിചാരിച്ചു ചേച്ചി പറയുന്നത് കേൾക്കാതെ അജു ചേട്ടൻ നാളികേരക്കൊത്ത് ഫുൾ ഇടുമെന്ന്. ഭാഗ്യം മുഴുവനും ഇട്ടില്ല. ബിന്ദു PS. കൊതി കിട്ടാതിരിക്കട്ടെ ചേട്ടാ സരിത, നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നോക്കിയിരിക്കും ഞാൻ. ലവ് യു. സന്തോഷം. കുഞ്ഞാവ പാലപ്പെട്ടി. എൻ്റെ പൊന്നജു, ആ ചപ്പാത്തി ചുട്ടിടുമ്പോൾ എന്തോ ഒരു കളലക്ഷണം ഉണ്ട് കേട്ടോ. എല്ലാം കരിഞ്ഞത് കാണാണ്ടിരിക്കാൻ അജു മറയ്ക്കാതെ എല്ലാം നേരെ അമർത്തി വെച്ചു. ആരും കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ചെറിയ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമല്ലോ ഇപ്പുറം കരിഞ്ഞിട്ടിരിക്കണം. അതിന് ഇങ്ങനെ എടുത്തിട്ട് അപ്പൊ ഇത് ഇങ്ങനെ എന്താ വെച്ചല്ല, അത് മറക്കാണ്ട് എല്ലാതും ഓരോ ഭാഗം കരിഞ്ഞിട്ടെന്നെ ഇരുന്ന് നടന്നേ. അടുത്ത് ജീനാനാഥ്. ഗുഡ് മോർണിംഗ്. ഞാൻ ബീഫ്, ചിക്കൻ ഇതൊന്നും കഴിക്കാറില്ല, എന്നാലും നിങ്ങൾ ഓരോ കഥകൾ പറഞ്ഞ് പാചകം ചെയ്യുന്നത് കാണാൻ നല്ല ഇഷ്ടമാണ്. സന്തോഷം. അടുത്തത് അബ്ദുൾ അസീസ്. നിങ്ങളുടെ ഭർത്താവ് തള്ളിമറിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ഭാര്യ പക്ഷെ അതെല്ലാം പൊളിച്ചെടുക്കുന്നു. പക്ഷെ 2 പേരെ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ചിലപ്പോൾ രസമാവണം. അതുകൊണ്ടാവും. ചേട്ടൻ സത്യസന്ധമായിട്ട് ഇങ്ങനെ എല്ലാം കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണെങ്കിൽ എനിക്ക് ഒന്നും പറയാണ്ടാവില്ല. ഞാൻ അടുത്തിങ്ങനെ നോക്കുകുത്തി പോലെ നിൽക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു റോൾ എനിക്ക് ഉണ്ടായേനില്ല. അല്ല, നമ്മൾ നിർദോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണല്ലോ കേട്ടോ. അതായത് ഇപ്പം അച്ചാറ് ഇടുന്ന ആഗ്രഹത്താലല്ല മീൻ വാങ്ങിച്ചു കൊണ്ടത് കൂട്ടാൻ വയ്ക്കുന്നുള്ള ആഗ്രഹത്താലും വാങ്ങിച്ചു കൊണ്ടത്. ഇവിടെ വന്നപ്പോൾ കൂട്ടാൻ വയ്ക്കൽ മാറ്റിയിട്ട് അത് അച്ചാറിലേക്ക് ആക്കി. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കൂട്ടാൻ വയ്ക്കാൻ മീൻ വാങ്ങിച്ചു. അപ്പോൾ സരിത പറഞ്ഞു
അല്ല അങ്ങനെയില്ലേ അല്ല അച്ചാർ ഇടാൻ വേണ്ടിട്ട് മീൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കൂട്ടാൻ വെക്കാൻ വേണ്ടിട്ടാ വാങ്ങിച്ചേ. അങ്ങനത്തെ ചെറിയ ചെറിയ അപ്പൊ ചേട്ടൻ പറയാണ് ഇത് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചേ. വാങ്ങിച്ചിട്ട് ഇവിടെ കണ്ടപ്പോൾ കുറേ മീനുണ്ടെന്ന് തോന്നിയപ്പോൾ പകുതി എടുത്ത് അച്ചാറിടാന്ന് തോന്നിയെന്ന് ചേട്ടൻ പറഞ്ഞു ശരിക്കും. അപ്പൊ എനിക്ക് പറയാനൊന്നുമില്ല. അപ്പൊ കൃത്യമായ കാര്യങ്ങളാണ് ചേട്ടൻ നുണയൊന്നും പറയാണ്ട് കൃത്യമായി പറഞ്ഞു പോവാണെങ്കിൽ എനിക്ക് ഈ അജൂസ് വേൾഡ് യൂട്യൂബ് ചാനലിൽ ഒരു റോളും ഉണ്ടായില്ല. ഞാൻ ഇങ്ങനെ അടുത്ത് ചേട്ടൻ്റെ നിന്നേനെ ഒന്നും മിണ്ടാണ്ട് ഇതിൽ നോക്കിയിട്ട്. അപ്പോൾ വീഡിയോ രസം ഉണ്ടായില്ല. ഇതിപ്പോൾ ചേട്ടൻ ഇങ്ങനെ ആയതുകൊണ്ട് അപ്പം ഞാനത് ഇതങ്ങനെയല്ലോ ഇത് ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരം നടക്കും അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? വളരെ വളരെ ശരിയാണ്. അടുത്തത് സയ്യിദ് കാക്ക. അജുവേട്ടാ നിങ്ങളെയും സരിതേനെയും മോനെയും നേരിൽ കാണാൻ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെന്താ കാണാലോ. അടുത്തത് സ്വപ്ന സുനിൽ. ജഗ്ഗു വന്നു പുക വന്നു അതാണോ ഈ ജഗപുക എന്ന് ചേട്ടൻ പറയണ്ടേ വീഡിയോയില്. ഷീല ജയകൃഷ്ണൻ. എൻ്റെ സരിതേ ഞങ്ങളുടെ അജു ചേട്ടൻ കുറച്ച് നുണ പറഞ്ഞാലും വിട്ടുകൊടുക്കൂ. ഞങ്ങൾക്കതെല്ലാം ഇഷ്ടമാണ്. അതിനിടയിൽ ടീച്ചർമാരുടെ മാതിരി ഞങ്ങൾക്കതൊന്നും ഇഷ്ടമല്ല. സരിത എല്ലാം തമാശയ്ക്ക് സന്തോഷം. എന്നും ഇങ്ങനെ തന്നെ മതി. പച്ചയായ ജീവിതം. ജഗുവിന്റെ പനി മാറിയല്ലോ 2 ദിവസമായി കണ്ടില്ല. ഓക്കെ അതാണ് ഇപ്പൊ തന്നെ പറഞ്ഞത്. ഇനിയിപ്പോ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതിന്റെ ഒരു ഓപ്പോസിറ്റ് വശം കൂടി ഉണ്ട്. അതായത് ചേട്ടനെല്ലാം കറക്റ്റായിട്ട് പറയുന്ന ആളാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്ന പോലെ ചേട്ടൻ ഇതിങ്ങനെ നുണ പറഞ്ഞാലും അത് സാറില്ല. ഇപ്പം അതിപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞില്ലെങ്കിലും അതിലവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. അതായത് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒന്നും സംഭവിക്കാൻ പോകില്ല, ഞങ്ങൾക്കും ഒന്നും സംഭവിക്കാൻ പോകില്ല. അപ്പോൾ ചേട്ടനും ആയതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അടുത്ത് മിണ്ടാണ്ടിരുന്നാലും വീഡിയോ രസം ഉണ്ടാവില്ലേ? അല്ലേ? ശരിയായിരിക്കും. ചില വീഡിയോ കുറേ കമൻസൊക്കെ ഇങ്ങനെ സരിതയ്യ ജുവേട്ടനെ എന്തിനെങ്ങനെ തിരുത്താണ്, ആളുടെ ഇഷ്ടത്തിന് പറഞ്ഞോട്ടെ, ആളുടെ പൊട്ടത്തരങ്ങളും തമാശകളും ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീഡിയോ കാണണേ, അല്ലാണ്ട് സരിതേനെ കാണാനല്ല. അപ്പോൾ ആളുടെ ഇഷ്ടത്തിന് പറഞ്ഞോട്ടെ, അതിന് തിരുത്താൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കമൻസ് വരുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ കുറേ വായിക്കുമ്പോൾ എനിക്കും തോന്നും അന്നച്ചാൽ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ അടുത്ത് നിൽക്കും. അപ്പോൾ ആ വീഡിയോ രസം ഉണ്ടാവില്ല. തിരുത്താത്ത വീഡിയോകളും ഉണ്ട്. നിങ്ങൾ നോക്കിക്കോ, അതിൽ കമൻസ് കാണാം. സരിത ഇന്ന് മൂഡ് ഓഫ് ആണല്ലോ, ഒന്നും പറയണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയും കമൻസ് വരാം. സരിതയ്ക്ക് ഇന്ന് എന്താ മൂഡില്ലല്ലോ വീഡിയോയിൽ നിൽക്കാനായിട്ട് അങ്ങനെ ചോദിച്ചിട്ടാവും വരാം. ചേട്ടനും അങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ ചോദിക്കാറുണ്ട് എന്നോട്, നിനക്ക് എന്തുട്ടേലൊക്കെ ഇതിൽ പറയാറുന്നില്ല, അപ്പം ഇത്തിരി രസമായി എന്നെ വീഡിയോ എന്ന് പറഞ്ഞിട്ട്. ചേട്ടനെ തന്നെ ഞാൻ കളിയാക്കണതിനെ അത്രയ്ക്കധികം പ്രോത്സാഹിപ്പിക്കും ചേട്ടൻ. അടുത്തത് SU. തേങ്ങാക്കൊത്തിയിട്ട് ഇറച്ചി കണ്ടിട്ട് വായിൽ വെള്ളം വന്നു. ഞാൻ പോയി ബീഫ് ഓർഡർ ചെയ്യട്ടെ, എന്നിട്ട് ഇതുപോലെ വെക്കട്ടെ, എന്നിട്ട് വീഡിയോ ഫുള്ള് കാണാം. വന്നാൽ ഉടനെ ലൈക്ക് ഇടും, പിന്നെ സമയമുള്ളപ്പോൾ കാണും. ജഗ്ഗുക്കുട്ട ഉമ്മ. അടുത്തത് രോഷിനി. ഗുഡ് മോർണിംഗ് അജു സേരദാൻ്റെ ജഗ്ഗു. അജു വീഡിയോയിലെ പട്ടിപിടുത്തക്കാർ, തവളപിടുത്തക്കാർ തുടങ്ങിയ കുറേ പേരെ കുറിച്ച് പറഞ്ഞു. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ആമപിടുത്തക്കാർ വരുമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അരികിൽ ഒരു ഇല്ലിക്കൂട്ടം ഉണ്ടായിരുന്നു. അതിനടിയിൽ ഇവർ ഒരു ഇരുമ്പ് കമ്പിയുമായി വന്ന് ആമയെ പിടിക്കുമായിരുന്നു. എല്ലാ വർഷവും ഇവർ വരും. ഞങ്ങൾ പിള്ളേര് ആമ പിടിച്ച് കഴിയുമ്പോൾ ആമയെ കാണാൻ നിരന്ന് നിൽക്കുമായിരുന്നു. ഞങ്ങൾ 5 മക്കളാണ്. എനിക്ക് 2 ചേട്ടന്മാരും 2 അനിയത്തിമാരുമാണ് ഉള്ളത്. അജു ഈ പിടുത്തക്കാരെ ഒക്കെ വിവരിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത നൊസ്റ്റാൾജിയ വന്നു. ഇപ്പോൾ ഇല്ലിയൊക്കെ വെട്ടിക്കളഞ്ഞു. ഞാനിപ്പോൾ മസ്കറ്റിലാണ്. പിന്നെ സരിത ഇത്രയും നല്ല ഉടുപ്പിട്ടിട്ട് ഉള്ളി ചതച്ചപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പറയുകയായിരുന്നു, ഇത്രയും നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഏപ്രൺ ഇടാതെ ചതയ്ക്കുന്നു എന്ന്. ഉള്ളിമണം പോകാനും പാടാണ്. നല്ല സൽവാറാണ് സരിത ഇട്ടിരിക്കുന്നത്. ജഗ്ഗു ഏത് ഗ്രൂപ്പാണ് 11th എടുക്കുന്നത്? എല്ലാവിധ ആശംസകളും നേരുന്നു ജഗ്ഗുവിന്. അപ്പോൾ ആമപിടുത്തക്കാർ വരാറുണ്ട് ഇങ്ങോട്ട്? ആമപിടുത്തക്കാരെ കണ്ടിട്ടില്ലേ? ആമ പിടിച്ച് കൊണ്ടുപോകണവരെ കണ്ടിട്ടുണ്ട്. അവർ ഈ ഒരു ചരടുണ്ട്, ഒരു എന്നിട്ട് പറയുക വാഴവള്ളി ഇല്ല, അങ്ങനത്തെ ഒരു ചരടുമ്മ കെട്ടിയിട്ട് കാലുമ്മൽ 2 കെട്ട് കെട്ടിയിട്ട് അവർ തൂക്കി പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് പണ്ട് ആമപിടുത്തർ. ഈ കുളങ്ങളുണ്ട്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുളങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ ജലസംഭരണികളാണ്. കുറേയൊക്കെ മൂടിപ്പോയി, ഇപ്പോൾ കണ്ടമാനം മൂടിപ്പോയി. നമ്മുടെ ഈ വശത്ത് തന്നെ എത്രയോ കുളങ്ങളുണ്ടായിരുന്നു അറിയൂ. വൈശാലി കുളം, ആമക്കുളം, വല്ലപ്പുഴ കുളം, ചുറ്റുവട്ടത്തുള്ള കിണറുകളിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ കുളങ്ങൾ കുറേ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. അതൊക്കെ കുറേയൊക്കെ മൂടിപ്പോയി. അപ്പോൾ അതിൽ വെള്ളശേഖരണങ്ങളും കാര്യങ്ങളും ഒക്കെ ചണ്ടി വന്ന് മൂടി വെക്കുന്നത് ഒക്കെ നന്നാക്കി എടുത്ത് നല്ല പോലെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം
ഈ വേനൽക്കാലത്തൊക്കെ അപ്പോൾ അതിലൊക്കെ ഈ ആമകളും ബ്രാല് കടു മുഷു തേങ്ങ മാങ്ങ എല്ലാ വക സാധനങ്ങളും ഉണ്ടാവും. ഇതൊക്കെ പിടിക്കാനായിട്ട് ആളുകൾ വരും. വേനൽക്കാലം പറയുമ്പോൾ ഏകദേശം പറ്റുമല്ലോ, ആ സമയത്ത് ഇവർ പിടിക്കാൻ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഓർമ്മകൾ പറയുന്നത്. ജഗു പഠിക്കാൻ പോണതല്ല കൊടുത്തോണത് കൊമേഴ്സിനാണ് കൊടുത്തോണത്. അറിയില്ല. അടുത്ത ശ്രീദേവി സുരേഷ്. ഹായ് ചേട്ടാ, ശരത് ജഗ്ഗൂട്ടാ, ഇങ്ങനെ കൊതിപ്പിക്കല്ലേ, തേങ്ങൂത്തിട്ട് ബീഫ് കറി കണ്ടിട്ട് സഹിക്കണില്ല. ചെമ്മീനിൽ ഇതുപോലെ കരിക്കിട്ട് ഉലർത്താറുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. ജഗ്ഗൂട്ടൻ +1 ഏത് കോഴ്സാണ് എടുക്കുന്നത്? റെജി രാജൻ. ഞാൻ കരുതി ചേട്ടൻ കള്ളം പറയില്ലെന്ന്, അത് സരിത പൊട്ടിച്ചു. ഇതിലൂടെ ഒരു കാര്യം മനസ്സിലായി, സരിത എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ എന്ന്. സരിതയ്ക്ക് ഇപ്പോൾ സ്വന്തമായി വരുമാനമായില്ലേ, സ്വന്തം ആഗ്രഹപ്രകാരം പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഇവർക്ക് അങ്ങനെ പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ളതൊന്നുമല്ല. ഇല്ലേ? ആരും പിന്നെ ഇല്ലാണ്ട് അതെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? കുറെ നാൾ കൂടുമ്പോഴെങ്കിലും ഒരു കൊല്ലത്തിലൊരിക്കലെങ്കിലും ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് വെറുതെ പോവാ, വെറുതെ ഇങ്ങനെ കറങ്ങാ, ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാന്നൊക്കെ കൊണ്ടുപോകാറില്ലേ? ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഇന്നേ വരെ പോയിട്ടില്ല. നമ്മൾ പോയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, വല്ലയിടത്തേക്ക് പോവില്ലേ, പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം മാത്രം. അതിന് മുന്നേ അങ്ങനത്തെ കാര്യം ചിന്തിക്കണ്ട. നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ദൂരത്തേക്കൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, അതും വെജിറ്റേറിയൻ ഓൺലി. ഞങ്ങൾ വെജ് ഹോട്ടൽ മാത്രം നോക്കിയിട്ട് പോവുക. അങ്ങനെ നോക്കി രാവിലെ ആണെങ്കിൽ നെയ് റോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഉച്ചയ്ക്ക് ഇതുപോലെ ആര്യഭവൻ, ശരവണ ഭവൻ അങ്ങനത്തെ സാധനം മാത്രം നോക്കിയിട്ട് വെജിറ്റേറിയൻ ഊണ് കഴിക്കും. അടുത്ത് മുല്ല ഷബീർ. അജുവേട്ടൻ ഈ പറഞ്ഞത് നിർദോഷമായ നുണ അല്ല ചേച്ചി, ഹൈലൈറ്റ് മാളിനേക്കാൾ ഹൈലൈറ്റ് നുണ. എന്തിനാ അജുവേട്ടാ പാവം സരിതച്ച് വെറുതെ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിക്കുന്നത്? പിന്നെ ഒരു അപേക്ഷയുണ്ട്, ഉപേക്ഷിക്കരുത്. ഇനിയുള്ള വീഡിയോകളിൽ അല്ലൻ ചേട്ടനെയും കൂടുതൽ ഉൾപ്പെടുത്തണം. അല്ലൻ ചേട്ടൻ വരുന്ന വീഡിയോകൾ മുഴുവനും ഹൈലൈറ്റാണ്. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ചിരി വേറെ ലെവൽ. പൂക്കിയല്ലേട്ടൻ. ഇതുവരെയുള്ള വീഡിയോകളിൽ അനിലേട്ടൻ്റെ സാന്നിധ്യം വീഡിയോയ്ക്ക് ഒരു എനർജി നൽകി. അനിലേട്ടൻ്റെ ഒരു പാചകം നമ്മുടെ സ്വന്തം കുടിൽ വെച്ച് കാണാൻ ഒരു ആഗ്രഹമുണ്ട്. അത് സാധിപ്പിച്ച് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബീഫ് കറിയിൽ തേങ്ങക്കൊത്തിട്ട് വെച്ചാൽ കറി വേറെ ലെവലാണ്. എൻ്റെ കുട്ടിക്കാലത്ത് കുറേ തിന്നിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ തന്നെ ഇത് കണ്ടപ്പോൾ വായിൽ നിന്നും കൊതിവെള്ളം ഇറ്റുകയാണ്. മറ്റേ ശബ്ദം ചീവിട് അല്ലേ? സമയമില്ല അതിന്, എല്ലാ ദിവസവും പണിക്ക് പോകണ്ടേ. ഞായറാഴ്ചകളിൽ ചില ദിവസങ്ങൾ പണിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഒഴിവുണ്ടായിരുന്നു, ആ സമയത്ത് നമുക്ക് ഒഴിവുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഈ നാളെ ഞങ്ങൾ പാചകം ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇനിയിപ്പോൾ അറിയില്ല ഒഴിവുണ്ടോന്നറിയില്ല. അടുത്ത കൈ വർഗീസ്. എന്ത് രസമാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് കുക്ക് ചെയ്യാൻ. തേങ്ങാക്കൊത്തിന് ലാസ്റ്റ് അടിയായി. അടിയൊന്നും അതിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു തേങ്ങാക്കൊത്ത്. ക്രിസ്റ്റി തോമസ്. വൈകിട്ട് ഇറച്ചി വാങ്ങിയാൽ പാതിരാത്രി ആയാലും ഉണ്ടാക്കി തീരില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതെന്റെ മാത്രം പ്രശ്നമാണോ എന്നറിയില്ല. ശരിയാണ്, വളരെ വളരെ ശരിയാണ്. അത് നമ്മൾ വൈകുന്നേരം ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് പണ്ട് കാലത്ത് ശനിയാഴ്ചകളിൽ വൈകുന്നേരം അച്ഛൻ പണി കഴിഞ്ഞ് വരുമ്പോൾ ഇറച്ചി വാങ്ങിച്ചുകൊണ്ട്, അത് അല്ല 8 മണി 9 മണിക്കാവും വാങ്ങിച്ചോണ്ടേ. എന്നിട്ട് അപ്പോൾ ഉച്ചരിഞ്ഞാണ് ഇറച്ചി കേട്ടോ അവിടെ പടവരാടൊക്കെ മരത്താരിയ. അപ്പോൾ ഈ ഇത് വെച്ച് കഴിയുമ്പോൾ രാത്രി 10 മണി 10:30 ആ സമയത്തല്ലേ വാങ്ങിച്ചോണ്ടേ. അങ്ങനെയുണ്ട്, അതെല്ലാ സ്ഥലത്തുള്ളത് തന്നെയാണെന്നുകൊണ്ട്. അടുത്തത് വിമല. അജൂസ് ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു ആ വീഡിയോ ഫുള്ള് കണ്ടു. മൂത്ത തേങ്ങാപ്പൂളുകളല്ലേ ഇടുന്നത്? ഇത് കരിക്കിൻ്റെ അല്ലേ? ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ചോദിച്ചു എന്നേ ഉള്ളൂ. അജു ബ്രോ പറഞ്ഞതുപോലെ ഇവിടെ ഒക്കെ കുളക്കോഴികളുണ്ട്, പക്ഷെ ആരും പിടിക്കാറില്ല. പിന്നെ പണ്ട് കാലം ആമയെ പിടിക്കാൻ ആളുകൾ വരുമായിരുന്നു. അവർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ടെന്റ് കെട്ടി മാസങ്ങൾ താമസിക്കും. അവർ വീടുകളിൽ അമ്മി കൊത്താൻ വരാറുണ്ട്. ഇവിടെ കടുത്ത മഴയൊന്നുമില്ല, 2 ദിവസമായി നല്ല ചൂടാണ്. രാത്രിയിലൊക്കെ ചെറിയ മഴ പെയ്തു. ചേച്ചിയുടെ വീട് വിമല ചേച്ചിയുടെ നമ്മുടെ എവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ തന്നെയായിരിക്കും. അമ്മി കൊത്താൻ വരുന്നവര് ഈ ആമനെ പിടിക്കാൻ വരുന്നവരല്ല. ആ രണ്ടിലും അമ്മമ്മക്കുണ്ട്. അതേ അമ്മി കൊത്താൻ വരുന്നവരൊക്കെ പെണ്ണുങ്ങളായിരിക്കും വരിക. അവരെ പിന്നിലേ ഒരു ഭാണ്ഡത്തിൽ ഒരു ക്രാവ് ഉണ്ടാവും. പുറത്തൊരു ഭാണ്ഡക്കെട്ടില് എല്ലാവർക്കും അല്ലേ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള പെണ്ണുങ്ങൾ അമ്മി കൊത്താൻ വരുന്ന പറഞ്ഞാൽ പണ്ട് അമ്മിയിൽ നമ്മൾ നന്നായിട്ട് അരയ്ക്കും. അപ്പോൾ അമ്മി കൊല്ലത്തിലാ അല്ലെങ്കിൽ ഒരു 2 കൊല്ലം കൂടുമ്പോൾ കൊത്തണം. കൊത്തിയില്ലെങ്കിൽ അരക്കിൽ ശരിയാവില്ല, മിക്സിയിലോ. അപ്പം അമ്മികൊത്തുകാർക്ക് നല്ല ഡിമാൻഡായിരുന്നു അന്ന്. മറ്റേ കാക്കോത്തിക്കാവില്ല പൂപ്പന്താടികളിൽ നടന്നില്ലേ, ആ അങ്ങനെ കൊത്താൻ നടക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവർ ആമപ്പെടുത്തുകാരാന്ന് അറിയില്ല, ആമനെ പിടിക്കണ്ടോന്ന് അറിയില്ല. അവര് കത്തിമൂർച്ച കൂടണവര് കുറെ ടൈപ്പ് ഉണ്ടായിരുന്നു ആളുകൾ. കത്തിമൂർച്ച കൂടുന്നവർ ഇപ്പോഴും ഉണ്ട്.
അന്നൊക്കെ റോട്ടി കൂടെ ഓരോന്ന് വിളിച്ചു പറഞ്ഞു പോയി ഓടുന്നല്ലേ വിറ്റങ്ങൾ ഈ കൂട്ടത്തോടം തൊട്ടി ഓടിയിരുന്നല്ലേ വായിച്ചോ അവരെന്താ ചിറക് വരയ്ക്കണ സൗണ്ടല്ലോ ഈ ചീവീടുകളുടെ ചിറക് വരയ്ക്കുന്ന സൗണ്ടും കൂടി ഷൗണ്ടായിതാ. ഷർമിള റജി, ഞായറൊന്നും ആയിക്കോട്ടെ, നല്ല നാടൻ ബീഫ് ഞാനും വെക്കും. നാട്ടിൽ നിന്ന് ചേച്ചിയുടെ മോൾ വരുന്നു, എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചും ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. ബീഫ് ഇവിടെ കിട്ടും, പക്ഷെ നോ ടേസ്റ്റ്. ലെറ്റ് മീ ട്രൈ ചെയ്യൂ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയൂ. അടുത്ത് VGS നായർ, ബീഫ് ഉണ്ടാക്കാൻ അജു ആണ് ഉദ്ദേശിച്ചത്, എന്നാൽ ഞായറാഴ്ച ഹോട്ടൽ ഫുഡ് കാര്യം സരിത തുറന്നു പറഞ്ഞത് അജു തീരുമാനം മാറ്റി, ഇനി സരിത ഉണ്ടായിരിക്കൽ മതി. അതല്ലേ സത്യം? അല്ല, അതങ്ങനെയല്ല, അത് ഞാൻ തന്നെയാണ്. എനിക്ക് ചേട്ടനെ അറിയണ്ടായിരുന്നില്ല ആ റെസിപ്പി എന്തുട്ടാന്ന് തന്നെ അറിയണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ റെസിപ്പി എന്തുട്ടാന്ന് ഞാൻ കണ്ടിട്ടുള്ള വീഡിയോ ആയിരുന്നു, ഞാൻ വീഡിയോ കണ്ടതാ. ജെസ്സി ടാർസിസ്, അജു സരിത കേൾക്കേ നുണ പറഞ്ഞാൽ അത് അപ്പ പൊളിച്ച് കൈ കൊടുക്കും. നിഷ്കളങ്കരായ മനുഷ്യർ, എല്ലാവരും ഒരുമിച്ചുള്ള പാചകവും വാചകവും കഴിക്കൽ എല്ലാം കാണാൻ എന്ത് രസമാണ്. അടിപൊളി ബീഫ് കറി, തേങ്ങയാണ് താരം. എത്ര ഞാൻ പൊളിക്കുന്ന അറിഞ്ഞാലും പിന്നെയും ചേട്ടൻ അത് പറയും, അങ്ങനെ പറയുള്ളൂ അല്ലേ? അല്ല, ഞാനത് മനഃപൂർവ്വം അങ്ങനത്തെ ഉണ്ടാക്കി പറഞ്ഞതല്ല. അത് ഞാൻ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് ഉദ്ദേശമില്ലാണ്ട് ഒന്നും പറയുന്നത്, ഒരു ദുരുദ്ദേശമില്ലാണ്ട് അല്ല, ഒരു ദുരുദ്ദേശമില്ലാണ്ട് പറയുന്നതാണ്. അതൊക്കെ സാധാരണ പറയുന്നു. അല്ലാന്ന് പ്ലാൻ ചെയ്യാണ്ട് തന്നെ വയലിൽ നുണ മാത്രം ഇങ്ങനെ വരണേ. നിർദോഷമായി നുണകളെ ആർക്കും പറയാം. നിർദോഷം. അടുത്തത് ഫാത്തിമ ഷിഫാന, അജോട്ടെ കുറച്ചൊന്ന് തള്ളി മറിക്കാന്ന് വിചാരിച്ചാലും സരിതേച്ച് സമ്മതിക്കില്ല. അടുത്തത് ശിവദാസ് അമ്പലപ്പറ്റ, ഇന്നത്തെ എപ്പിസോഡിൽ നായകനാണ് പ്രാധാന്യം. സരിതയുടെയും ജഗ്ഗുവിൻ്റെയും സാന്നിധ്യം കുറവായിരുന്നു, തമാശകളും കുറഞ്ഞെങ്കിലും അജു തിളങ്ങി നിന്നു. അധോലോകത്തിൻ്റെ ചിക്കൻ ഫ്രൈ കുട്ടിയുള്ള ഊണ് സൂപ്പർ. ചിക്കൻ ഫ്രൈ വീഡിയോ അന്ന് ഞാനുണ്ടായിരുന്നില്ല ഇവിടെ ചേട്ടൻ പറമ്പിൽ പണിയെടുക്കുമ്പോൾ. അടുത്ത് സിയാദ് യു, സത്യത്തിൽ ഇയാൾ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുകയില്ല, തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന പോലെയാണ് നമ്മളോട് പെരുമാറുന്നത്. അത് കുറേ പേര് പറയാറുണ്ട്. ഒരിക്കലും വീഡിയോ ഇരുന്ന് നമ്മൾ ഫോണിലാണ് കാണുന്നത് അല്ലെങ്കിൽ TV യിലാണ് കാണുന്നതെന്ന് തോന്നാറില്ല എന്ന്. നമ്മൾ നിങ്ങളോട് നേരിട്ട് പറയാണ്, നമ്മുടെ മുന്നിലിരുന്ന് ഇങ്ങനെ നമ്മളോട് അടുപ്പുള്ള ആൾക്കാർ ഇങ്ങനെ നമ്മളോട് സംസാരിക്കണ പോലെയെന്ന് പറയാറുണ്ട് എല്ലാവരും. അടുത്തത് സുഷമ NP, അന്നും പാമ്പിനെ പേടിയൊക്കെ ഉണ്ട്. നെല്ല് കൊയ്യുന്ന സമയത്ത് വരമ്പിനുള്ളിൽ നിന്ന് പാമ്പ് കടിച്ചു മരിച്ചു പോയ അടുത്തുള്ളൊരു അമ്മയെ ഞാൻ ഓർത്തുപോയി. കടി കിട്ടിയപ്പോൾ പാടത്തുനിന്ന് വണ്ടിയിൽ കയറി ആശുപത്രിയിൽ പോകാൻ വേണ്ടി കുറേ ദൂരം നടന്നു പോകേണ്ടി വന്നു. അപ്പോൾ വിഷം ശരീരത്തിൽ ആകെ പടർന്നു, ആളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. അതുപോലെ ഓല കൂട്ടിയിട്ട സ്ഥലത്ത് വെച്ച് പാമ്പ് കടിച്ചപ്പോൾ ഈർക്കിളി കുത്തിയതാവും എന്ന് വിചാരിച്ച് ചികിത്സ വൈകി മരിച്ചുപോയൊരു സഹപാഠിയെയും ഓർത്തുപോയി. അത് ശരിയാട്ടാ, നമ്മളിങ്ങനെ വിചാരിക്കും, നമുക്കറിയില്ല. അമ്മാമ എൻ്റെ അമ്മ ഇല്ല. അടുത്തത് ദൃശ്യ ബാബു, ഹായ് അജുചേട്ടൻ സരിതേച്ചി, ഇന്നത്തെ വീഡിയോ അജുചേട്ടൻ തൂക്കി. ചിക്കൻ റോസ്റ്റ് അടിപൊളി, എനിക്ക് ഉണ്ടാക്കി നോക്കണം. അടുത്തത് തോമസ് മംഗലം, നമസ്കാരം ഉണ്ടിട്ടാ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ അധോലോകം ടീം എത്ര പേരാണ് കൂടിയത്? 8 കിലോ ചിക്കൻ, പോർക്ക്, പച്ചക്കറികൾ എക്സെട്ര, എത്ര പേർ കൂടിയാണ് ഇതൊക്കെ തിന്നു തീർക്കുന്നത് എന്നറിയാനാണ് കേട്ടോ. അതുപോലെ വേറൊരു കാര്യം, അജുവിൻ്റെ വീട്ടിൽ കൂടുന്നു മാത്രമേ വീഡിയോ എടുക്കുകയുള്ളൂ, മറ്റു മെമ്പേഴ്സിൻ്റെ വീട്ടിൽ കൂടുന്നു എന്തുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്? അവിടെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ലേ? വെറുതെ ചോദിച്ചു എന്ന് മാത്രം. ഈ കൊതുകടി അതല്ല കേട്ടാ, എപ്പോഴും നമ്മളിങ്ങനെ ഈ കൂടണത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അത് ഇവർക്ക് ഇതന്നെ പണിയുള്ളൂ. അല്ല, പിന്നെ അതല്ല, അവരെ വീട്ടിലേക്ക് പോകുന്നത് നമ്മൾ ഏകദേശം പാചകം കഴിയാറാകുമ്പോഴാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അല്ല, കൂടണത് കാണിക്കാറില്ലല്ലോ, വെറുതെ ചെല്ലണതും ഭക്ഷണം കഴിക്കണതും എല്ലാവരും ഇരുന്ന് വർത്താനം പറയണതും തമാശകൾ പറയണതൊക്കെ വേണമെങ്കിൽ കാണിക്കാലോ. അതൊന്നും നമ്മൾ കാണിക്കാറില്ലല്ലോ. ഞാൻ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ നറുക്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ 12 ഫാമിലിയാണ്. അപ്പോൾ എല്ലാ മാസവും ഓരോ വീട്ടിൽ നമ്മൾ കറക്റ്റ് ഒരു കൊല്ലത്തേക്കുള്ളതായില്ല. അപ്പോൾ നറുക്കെടുത്തു. അപ്പോൾ ഫസ്റ്റ് മാസം ശശിയേട്ടനെ കിട്ടി, അങ്ങനെ ഓരോരുത്തരും കിട്ടി. അപ്പോൾ ശശിയേട്ടൻ്റെ വീട്ടിൽ ജനുവരിയിൽ കൂടി, ഫെബ്രുവരിയിൽ അടുത്ത ആളുടെ വീട്ടിൽ കൂടി, അങ്ങനെ കൂടി ഉണ്ടായിരുന്നു. പോയിട്ട് എടുത്തില്ല. പിന്നെ ചിലവരൊക്കെ വീട് കൂടാൻ പറ്റിയ സ്ഥലമില്ല, 4-5 സെൻറ്റിലൊക്കെയാണ് വീട്, തൊട്ട് വീടുകളുണ്ട്. അപ്പം ഞങ്ങളാണെങ്കിൽ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ജയന്തേച്ചിയുടെ ശബ്ദം അറിയാലോ, ഉറക്കിച്ചിരിക്കും ജയന്തേച്ചിക്ക്. ഞങ്ങൾ കൂടുമ്പോൾ മാത്രം സ്ഥലകാല ബോധം ഒന്നും ഉണ്ടാവില്ല. അതെ, അപ്പൊ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളുകൊണ്ട് ആഗ്രഹം ഇവിടെ കൂടാനാ. അപ്പോൾ ഇപ്പോൾ റിൻഡനാണ് കൂടുന്നത്, റിൻഡൻ്റെ ചിലവാണ് ആ മാസം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ റിൻഡൻ സാധനങ്ങളെല്ലാതും വാങ്ങിച്ചിട്ട് വരും. പാചകം അല്ലെങ്കിൽ അവർ പാചകം ചെയ്ത് കൊണ്ടുവരേ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. കൂടണത് നമ്മുടെ വീട്ടിലാവുന്നു മാത്രം, അങ്ങനെ ചെയ്യാറുണ്ട്.
എൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക എന്നാ ഷോപ്പിലേക്ക് ഇപ്പൊ 2-3 പ്രാവശ്യം ജയന്തേച്ചി വരണേ ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ ആള് ഭയങ്കര സമാധാനമായിട്ട് സംസാരിക്കണു. നീ എത്രയും പാവം നമ്മുടെ ജയന്തേച്ചി ഇങ്ങനെ ഡ്രസ്സ് എടുക്കണു, ഇട്ട് വെക്കണു, എടുക്കണു പോണു. അങ്ങനെ ഈ ജയന്തേച്ചിയാണോ ഇങ്ങനെ ഭയങ്കര ഉറക്കെ? അപ്പോൾ അങ്ങനെ അവൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ജയന്തേച്ചിനെ ഉറക്കെ ചിരിക്കണതും പാട്ട് പാടണതും വെള്ളത്തെ ചാടണതും അങ്കൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ കൂടുമ്പോൾ. അപ്പോൾ ഈ ആൾ തന്നെയാണത്. എന്തൊരു പാവാ, ഇവിടെ അങ്ങനെയൊന്നും വർത്താനം പറയണമെന്നില്ലല്ലോ നീ. അതിപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവും. അവിടെ ആയിരിക്കും നമ്മൾ നമ്മുടെ എല്ലാതും തുറന്ന് കാണിക്കുക. നമുക്കൊന്നും ഹൈഡ് ചെയ്യണ്ട. നമ്മളെല്ലാം നന്നായിട്ട് അറിയണവരായിരിക്കും. നമ്മുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ അറിയണ ആ ഒരു കൂട്ടത്തിൻ്റെ അടുത്തിരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആവുക. അപ്പം അങ്ങനത്തെ ഒരു സ്പേസാണ് ജയന്തേച്ചിക്ക് നമ്മുടെ ഈ അധോലോകം എന്ന് പറയുന്നത്. അപ്പോൾ ആള് എന്തും പറയാം. ഇവിടെ ഒരു പ്രശ്നവും ആർക്കും. കളിയാക്കാവുന്നതിൻ്റെ മാക്സിമം നമ്മളെ കളിയാക്കും. പക്ഷെ നമ്മൾ അത് ആരെയാണോ കളിയാക്കണം അത് അവരും അതിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നു മാത്രം. അങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. അയ്യോ ഇതിൽ ബാക്കി ഞാൻ വായിച്ചിട്ടില്ല കേട്ടാ. തോമസ് ചേട്ടൻ്റെ കമൻറ്റ് വെറുതെ ചോദിച്ചു എന്ന് മാത്രം. ഈ കൊതുകടി പ്രശ്നമാണ് കേട്ടോ, കൊതുകടി പ്രശ്നമാണ് കേട്ടോ. ചിക്കൻ ഗുനിയ ഡെങ്കി ഒക്കെ വരും. ഓട്ടോമസ് പൂശുക, അല്ലെങ്കിൽ ഈ പണിയെടുക്കുന്നതിൻ്റെ പരിസരത്ത് പുകിയിടുക. പണ്ടൊക്കെ പാടാരമ്പത്ത് വീട്ടുമുറ്റത്തൊക്കെ കിടന്നുറങ്ങാൻ നമുക്ക് നല്ല ധൈര്യമായിരുന്നു. ഇന്ന് നമുക്ക് ധൈര്യമില്ല. പക്ഷെ പാമ്പുകൾക്ക് നല്ല ധൈര്യമാണ്. എവിടെയും കയറി വരാം, മണിയറയിൽ വരെ കയറി കടിക്കാം എന്നായി അല്ലേ? അത് ശരിയല്ലേ. പണ്ടുപോലെ വീടൊക്കെ അമ്മയിലേക്കൊരു വാതിലൂല, ജനലിനും വാതിലിലും ഒന്നും ഇരുന്നിട്ട് പാമ്പൊന്നും തീവൊന്നും നടന്നില്ലല്ലോ. അങ്ങനെ അതില്ലേ, അതിന് നമ്മൾ അറിയാണ്ടാണോ? ഉണ്ടാവും. നമ്മള് ഇത്രയ്ക്കധികം ആളുകൾ വാർത്തയിൽ അറിയണില്ലല്ലോ. പണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെല്ലാം അറിയണല്ലോ. കുറച്ച് അകലെയുള്ളതൊക്കെ നമുക്ക് കുന്നുകളൊക്കെ ഭയങ്കര ദൂരെയുള്ള സ്ഥലങ്ങളായിരുന്നു. മനസ്സിലായില്ലേ? ഈ വാർത്താ ചാനലുകൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയാണ്ടാവും. റേഡിയോയിലൂടെ അറിയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നല്ല കഴിവുള്ള വിഷവൈദ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇല്ലേ? അടുത്തത് ഷീജ ശാന്തകുമാർ. മീനാക്ഷി കോകിലത്തിന്റെ കളി ഇങ്ങോട്ട് വേണ്ട കേട്ടോ, അജുവേട്ടൻ പൊളിയ. സൈനബ എം മാക്. അജുവേട്ട സരിത ഇല്ലാത്ത കുറവ് ഉണ്ട്. അജുവേട്ട വെണ്ടയ്ക്ക് എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ വരാൻ ഞാൻ നാട്ടിലില്ല, മിസ്സായിപ്പോയി. നേച്ചർ അറൗണ്ട്. അന്നും പാമ്പ് കടിച്ച് മരണം ഉണ്ടായിട്ടുണ്ട്. അതേ അത് പറയുന്നു. പക്ഷെ ഫലപ്രദമായ മരുന്നുകൾ ചെയ്യുന്ന നാട്ടുവൈദ്യരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. വീട്ടിലെ പശുവിനെ പാമ്പ് കടിച്ചിട്ട് ഡോക്ടർ വന്ന് മരുന്ന് കൊടുത്തിട്ട് രക്ഷപ്പെട്ടില്ല. ഏത് പാമ്പാണെന്ന് അറിയാത്തതുകൊണ്ട് ചികിത്സ ബുദ്ധിമുട്ടായിരുന്നു. വാർത്ത കേട്ട് വന്ന ഒരാൾ ഏതോ ഒരു കാട്ടുമരത്തിന് തൊലി അരച്ച് പശുവിൻ്റെ നാവിൽ പുരട്ടി കൊടുത്തു. 1 മണിക്കൂർ കൊണ്ട് പശു എഴുന്നേറ്റ് നിന്ന് വെള്ളം കുടിച്ചു. എൻ്റെ ദൈവമേ, ഇന്ന് കുറേയൊക്കെ മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്ന വാർത്തകളും ഉണ്ട്. ശരിയല്ലേ? അതെ, കുറേയൊക്കെ ശരിയാ. പക്ഷെ ആ കഴിവുള്ളവരുടെയൊക്കെ അവരുടെ ഔഷധക്കൂട്ടുകളുടെ രഹസ്യങ്ങളൊക്കെ അവരോട് കൂടി മണ്ണടിഞ്ഞു പോയിണ്ടാവും. ചിലർ പറഞ്ഞു കൊടുക്കില്ലേ, അവരുടെ അടുത്ത തലമുറയ്ക്ക് പോലും പറഞ്ഞു കൊടുക്കാത്തവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ ആ പേര് വേറൊരാൾക്ക് പോവാൻ അവർക്ക് അത്രയ്ക്കും ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഫസീല കുഞ്ഞു മുഹമ്മദ്. എൻ്റെ അജു, ആ മീനാക്ഷി വന്നു എന്ന് പറഞ്ഞ ആ നിമിഷത്തെ ഇപ്പോൾ ശപിക്കുന്നുണ്ടാവും. എല്ലാ എപ്പിസോഡിലും അജു ഇത് പറയുന്നു. അതന്നെ ഇനി പറയണ്ട ചേട്ടാ. ജിഷ കെയർ. ലേ മീനാക്ഷി കോവിലമ്മച്ചി. നേരത്താണോ നുണ പറയാൻ തോന്നിയ പുല്ല് എഴുതണ്ടായിരുന്നു. ലതാ മോഹൻ. ശരിക്കും നിങ്ങളോട് സ്നേഹമുള്ളതും നിങ്ങളുടെ പറമ്പിൽ ധാരാളം കൃഷി ഉൽപ്പന്നങ്ങൾ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന മീനാക്ഷിയാണ്. വിമർശിക്കാൻ ആളുണ്ടെങ്കിൽ ഏത് കാര്യം ചെയ്യാൻ ഒരു ഉത്സാഹം ഉണ്ടാവുകയുള്ളൂ. ആം ഐ റൈറ്റ്? യെസ്, യു ആർ റൈറ്റ്. അടുത്തത് ബാല അനിൽ. നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് നാളായി, സമയമില്ല. 8 days മുമ്പുള്ളൊരു വീഡിയോ ഇപ്പോൾ കണ്ടു. കാടാണെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്കും ചെറിയ രീതിയിൽ കൃഷിയുണ്ട്. ജൈവ കൃഷി കിട്ടിയാൽ കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓരോ വീഡിയോ കാണുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ജൈവ കൃഷിയിൽ നിന്ന് ഇത്രയും വിളവ് കിട്ടുന്നു എന്ന്. അജുവിന് കിട്ടുന്ന അതേ വിളവാണ് ഞങ്ങൾക്കും ജൈവ കൃഷിയിൽ കിട്ടുന്നത്. പറയുന്നവർ പറയട്ടെ, വിഷമിക്കേണ്ട, മഴ സമയമല്ലേ ഇപ്പോൾ, ഇവിടെയും നിറയെ കാടായി. അത്ര തന്നെ കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ കിട്ടണ അതന്നെ കിട്ടുള്ളൂ. ജൈവ കൃഷിയാണോ അതന്നെ കിട്ടുള്ളൂ. ജൈവ വളമാണോ ചേർക്കുന്നത്? കീടനാശിനികളൊന്നും മറ്റേ പെസ്റ്റിസൈഡ്സ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒന്നും നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അജൂസ് വേൾഡിൽ കിട്ടുന്നതേ നിങ്ങൾക്കും കിട്ടും. അതിൻ്റെ അപ്പുറമേ പ്രതീക്ഷിക്കേ വേണ്ട. ഇപ്പം ആ ചിലർ ജൈവ കൃഷി മറ്റേ പുകയില കഷായം മറ്റേ അങ്ങനെയുള്ള ജൈവ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരും വീഡിയോയിൽ. എന്നിട്ട് കണ്ടമാനം വിളവ് കിട്ടും. തമിഴ്നാട്ടിൽ കൃഷി ചെയ്യണവർക്ക് വരെ ഇത്ര കിട്ടില്ല, അതുമാതിരി വിളവെടുക്കും ചെയ്യും. പക്ഷെ അങ്ങനെ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം ആളുകൾ ചെയ്യുള്ളൂ. എന്തിനാണ് വിഷം ചേർക്കാൻ നിൽക്കണേ, വിഷം അടിക്കാൻ നിൽക്കണേ?
അടുത്തത് ശ്രീദേവി സുരേഷ്. രാവിലെ തന്നെ ഒരുപാട് ചിരിച്ചു. ഈ അജുവേട്ടൻ്റെ ഒരു വെപ്രട സരിത പറഞ്ഞ് കേക്കു ചേട്ടാ, കൊമ്പോടിച്ചപ്പോൾ സമാധാനമായില്ലേ? എന്തായാലും നല്ല വിളവ് കിട്ടിയല്ലോ. റംബുട്ടാൻ എല്ലാം കൊട്ടയിലിട്ട് പൈപ്പിനടിയിൽ വെച്ച് ഓസ് കൊണ്ട് വെള്ളം ചിരിച്ചു കഴുകും. അപ്പോൾ മീലി മുട്ടകൾ പോകും. റംബുട്ടാൻ വിളവെടുപ്പ് മോശമായില്ലേ? അടിപൊളി, നമുക്ക് ലാഭമായി. അതെ. വിനോദിനി KP. പാവം ഇമ്രാനും ചാർലി മുതലാളി വീഴുമ്പോൾ പിടിക്കാൻ തയ്യാറായി നിൽക്കും. അവറ്റങ്ങളുടെ ധാരം മുകളിലേ ഞാൻ അണ്ണറക്കണ്ണനെ പിടിക്കാനാണ് അവറ്റങ്ങളുടെ ധാരണ രണ്ടുപേരെയും. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ വല ഇട്ടാലും അണ്ണാറകണ്ണന്മാർ എവിടെയോ ഒരു ഓട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി വല ഇടുമ്പോഴേ ചേട്ടൻ ഒരു ഓട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അണ്ണാറകണ്ണന് കയറാൻ വേണ്ടി. അണ്ണാറകണ്ണന്മാർ കയറുമ്പോൾ ഞാനിവിടെ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ജനലേ കൂടെ ശരിക്കാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ അനക്കം കാണുമ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ച് പറയും, ദേ അതിൻ്റെ ഉള്ളിൽ അണ്ണൻ കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ ചേട്ടൻ ചാർലി ഇമ്രാൻ വാടാ പിടി 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 ഇതേ അണ്ണാറകണ്ണെന്ന് പറഞ്ഞിട്ട് ഈ അണ്ണാറകണ്ണനെ ഇട്ട് ഇങ്ങനെ വലയമിട്ട് തട്ടുമ്പോൾ ഇത് പേടിക്കും. അപ്പോൾ അണ്ണാറകണ്ണന് ഏതി കൂടെ കയറി വഴിയേക്കാൾ മറന്നിട്ടുണ്ടാവും. പിന്നെ ആൾക്ക് പുറത്തേക്ക് കിടക്കാനൊരു ഓട്ടപ്രാള. അപ്പം ആ സമയത്താണ് നമ്മുടെ ചാർലി ഇമ്രാനും ഇപ്പൊ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അണ്ണാനെ പിടിച്ച് ശരിയാക്കും എന്നുള്ള ലെവലിലാണ് അവര് കൂടെയൊക്കെ കയറി അവര് മരത്തുമേ കൂടെ ചാടിപ്പോ. വിൻസി സരിതേച്ചി കൊമ്പ് ഒടിഞ്ഞതല്ല, പ്രൂണിങ് നടത്തിയതാ. പ്രേക്ഷകരെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സിജോ സോണി അടുത്ത ചിരിക്കുള്ള വകയുമായി അജയേട്ടൻ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ജാഗ്രതയും. ഗീതാ ചന്ദ് ശുഭദിനം. ഒറ്റ ദിവസം പോലും നിങ്ങളുടെ വീഡിയോ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും നേരം എല്ലാം മറന്ന് സ്വന്തം നാട്ടിൽ വന്നത് പോലുള്ള അനുഭവമാണ്. ഗോപാൽ നമ്മുടെ സുമ ചേച്ചി. മാങ്ങാണ്ടി പരിപ്പ് ഉണക്കിപ്പൊടിച്ച് പുട്ടുണ്ടാക്കാം. അമ്മ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ്. അമ്മ ഉണ്ടാക്കാത്ത സാധനമില്ല. പാവം അമ്മ, അതായത് കമലാ ഗോപാൽ നേരെ അമ്മയുടെ പേര്. ഒരു സംഭവമായിരുന്നു അമ്മ. ലാസ്റ്റിൽ ക്യാൻസറിനോട് ഫൈറ്റ് ചെയ്തു പോയി. ഒരു അയൺ ലേഡി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. നല്ല കുക്കായിരുന്നു. ചെറുപ്പത്തിൽ കല്യാണം കൂടാൻ പോകുമ്പോൾ അമ്മ കലവറയിൽ പോയി നിൽക്കും. അങ്ങനെ ഒരു തിരുമേനി അമ്മയെ കുക്കിംഗ് പഠിപ്പിച്ചു. അച്ഛനുമായുള്ള കല്യാണത്തിന് ശേഷം അച്ഛനെയും പാചകം പഠിപ്പിച്ചു. പിന്നീട് രണ്ടുപേരും കൂടി കല്യാണ പാചകം ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ ഫാമിലിയിലുള്ള എല്ലാ കല്യാണ പാചകം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. എല്ലാം ഇപ്പോൾ ഓർമ്മകൾ മാത്രം. അച്ഛനും അമ്മയും ഉള്ളപ്പോൾ ഞങ്ങൾ കഴിക്കാത്ത ഫുഡില്ല. അമ്മയ്ക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു 95. ആഫ്റ്റർ 1 ഇയർ അമ്മയും പോയി. മരണത്തിലും അവർ ഒരുമ ഉള്ളവരായി. അത് കഴിഞ്ഞ് 1997 ഏപ്രിൽ 8 മുംബൈക്ക് ട്രെയിൻ കയറി. അജുവിൻ്റെ മാങ്ങാണ്ടി ഹൽവേനെ 30 വർഷം പിന്നോട്ട് കൊണ്ടുപോയി. ഇമോഷണലായി. പോട്ടെ, സാരമില്ല. വല്ലപ്പോഴും ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാ. ദേ വീഡിയോ ഫുള്ളായില്ല, ലൈറ്റ് പോയി. 97 ബോംബെക്ക് പോയതല്ലേ? ഓരോരുത്തർ ഓർമ്മ വേണ്ട. അടുത്ത് നെവിൻ ഫെർണാണ്ടസ്. അജുവേട്ടൻ്റെ സുന്ദരിയായ ദന്ത ഡോക്ടറുടെ കഥ കേട്ടപ്പോൾ സമാനമായൊരു കഥ എൻ്റെ നാട്ടിലും എൻ്റെ ടീനേജ് കാലത്ത് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ പുതുതായി ഒരു ക്ലിനിക്ക് തുടങ്ങി. സുന്ദരിയും അവിവാഹിതയുമായ ഒരു ഡോക്ടറും ഡോക്ടർക്ക് സഹായത്തിന് ഒരു നഴ്സും മാത്രം. നാട്ടിലെ അന്നത്തെ കുടുംബസ്ഥരായ മാന്യമാർക്കെല്ലാം പെട്ടെന്ന് പെടലി വേദന, കൈത്തണ്ടിന് പിടപ്പ്, നെഞ്ചിലൊരു പെരുപ്പ്, നടുവിനൊരു കളപ്പ്. ഇതിനെ ബേസ് ചെയ്ത് നാട്ടിൽ ഒരുപാട് കഥകളും ഇറങ്ങി. ഒടുവിൽ ഡോക്ടർക്ക് ക്ലിനിക്ക് പൂട്ടി ജീവനും കൊണ്ട് ഓടി. അജുവേട്ടന് സുന്ദരിയായ ഡോക്ടറുടെ കഥ കേട്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. കറക്റ്റാ. ഈ കഥ ഞാനിവിടെ കേട്ടിട്ടുണ്ട്. ഈ ഡോക്ടറുടെ അടുത്ത് സ്ഥിരം വിടുന്ന എല്ലാവരും പോക്കായിരുന്നു. സ്വർണ്ണപ്പണി സ്ഥലത്തുള്ള പിള്ളേരും ഒക്കെ അതിൻ്റെ കൂടെ ചേട്ടനും പോയി. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞ സിനിമയില് ഈ ഇവിടെ മുടിവെട്ടുകട തുടങ്ങുമ്പോ അല്ല ഈ കൽപ്പന വന്നപ്പോ എല്ലാവരും വരി ഇഷ്ടം. സലികുമാറാണല്ലോ ഫസ്റ്റത്തെ അല്ലേ? ഇഷ്ടം പോലെ സമയം എടുത്ത് ചെയ്തോളൂ. അതുപോലെയാണ്, അതെല്ലാ നാട്ടിലും ഉണ്ടല്ലോ ഇപ്പോ. അടുത്ത് ഷംസിയ. സരിതയുടെ സംസാരം കേൾക്കാൻ എന്ത് രസമാണ്. ഞാനിത് കാണുന്നത് തന്നെ നിങ്ങളുടെ സംസാരം കേൾക്കാനാ. രഞ്ജിത്ത് മേനൻ. പപ്പായയുടെ ചുണയ്ക്ക് ചിലർക്ക് അലർജി പോലെ പക ഉണ്ടാവും. പപ്പൈൻ എൻസൈം മരുന്നുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. സ്കിൻ ഓയിൽമെൻറ്റ്. സരിത പറയുന്നതിനെല്ലാം അജു ഒരു മൂളിൽ ഒതുക്കി മറുപടി. ഇന്നത്തെ സരിതയുടെ കഥ പറച്ചിലോ അടിപൊളി ആയിട്ടോ. രണ്ടുപേർക്കും ചുള്ളൻ ഡോക്ടർമാരെ കിട്ടി. അജു മാമ്പഴ തല്ലി പൊട്ടിച്ച് കളഞ്ഞിട്ട് അണ്ടി എടുക്കുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നി. നമസ്കാരം. മാമ്പഴങ്ങളൊക്കെ എല്ലാം കേടായ മാമ്പഴങ്ങളായിരുന്നു. നല്ലത് നമ്മൾ അങ്ങനെ ചെയ്തില്ല. അടുത്ത് ഗീതമ്മ സുഭാഷ്. സുന്ദരിയായ പല്ലു ഡോക്ടറെ കാണാൻ പോയ കഥ പറഞ്ഞപ്പോൾ എന്തിനാ ചേട്ടാ സമ്മതിക്കാൻ ഒരു മടി. സരിതയുടെ കഥ കേൾക്കാൻ നല്ല രസമായിരുന്നു. അതിപ്പോ നമ്മൾ സുന്ദരിയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ പോവും. ആവശ്യം നമ്മുടെയാണല്ലോ. ചേച്ചി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ
23 കൊല്ലമായിട്ട് ഞാൻ ശ്രമിച്ച് മടുത്ത് അവിടെ ഇട്ടേക്കണ കാര്യം. എന്നാലും ഞാൻ ചേട്ടൻ്റെ ഉരുളലും അതിൽ നിന്ന് വിഷയം മാറ്റണതും കാണാനുള്ള കൗതുകം കൊണ്ട് ഇങ്ങനത്തെ ഓരോന്ന് പറയും. ബിന്ദു ധനജൻ ഈ ഹൽവ ഉണ്ടാക്കാൻ എളുപ്പമല്ല. മാങ്ങാണ്ടി പെറുക്കി പൊട്ടിച്ച് അരച്ച് അരിച്ച് അങ്ങനെ അജുവിനും അജുവിനെ പോലെയുള്ളവർക്കും തുടക്കം അജുവിന് വലിയ വെപ്രാളായിരുന്നു. പിന്നെ സരിതയുടെ ചെവിവേദന കഥ കേട്ട് പേടി തോന്നിയിട്ടാ. ഇത്രയും കട്ടിയുള്ള സാധനം ബലം പിടിച്ച് ചെവിന്ന് പുറത്തെടുത്താലത്തെ അവസ്ഥ എന്താ? എത്ര വേദന സഹിച്ചു. മരുന്നൊഴിച്ച് നന്നായി കുതിർന്ന ശേഷം മാത്രമേ ചെയ്യാവൂ. ചെവി അടിച്ചു പോകാഞ്ഞത് ഭാഗ്യം. അന്നല്ല പണ്ടല്ലേ, ഇപ്പം എടുത്തതൊന്നും അത്ര വേദന എടുത്തില്ല. ശ്രദ്ധിക്കണം, എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ് ഇത്. നമുക്ക് ചെവി വേദന വരുന്നതിന് മുമ്പേ. അടുത്തത് ഷീന എസ്. ഇന്നത്തെ വീഡിയോ സൂപ്പറായിരുന്നു. സരിത ചെവിവേദനയ്ക്ക് ഹോസ്പിറ്റലിൽ പോയ കഥ കേട്ട് ചിരിച്ചു പോയി. ഇന്നലെ ചെറിയേട്ടൻ്റെ ചപ്പാത്തിയും കറിയും അടിപൊളിയായിരുന്നു. ഇനി ഇങ്ങനെ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കണം. നിങ്ങളെല്ലാവരും സൂപ്പറാണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് നിങ്ങളുടേതാണ്. ഇവിടെ എൻ്റെ മക്കളെപ്പോഴും ചോദിക്കും, അമ്മ ഇവരുടെ ഒരു വീഡിയോയും വിടാറില്ലെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെല്ലാവരെയും. ഞാൻ തിരുവനന്തപുരം ആറ്റിങ്ങലടുത്ത് പൂവണത്തുമൂട് എന്ന സ്ഥലത്താണ് താമസം. കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ വരണമെന്നുണ്ട്. ഞാൻ മോനോട് പറയും എന്നെങ്കിലും കൊണ്ടുപോകണമെന്ന്. ഏട്ടനെയും സീമേച്ചി ചെറിയേച്ചിയെ ഒക്കെ ഇഷ്ടമാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു. സുഖമായിരിക്കുന്നു. പൂവണത്തുമൂട് നല്ല പേരില്ല. ആറ്റിങ്ങലടുത്ത്. ആറ്റിങ്ങലില് എനിക്ക് ആറ്റിങ്ങൽ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ആറ്റിങ്ങൽ RNP സിനിമ തിയേറ്ററാണ്. റിലീസ് ഇറങ്ങും പണ്ട് കാലങ്ങളിൽ. റിലീസ് ഇറങ്ങും പറഞ്ഞ സിനിമ റിലീസ് ഉണ്ട് അവിടെ ആറ്റിങ്ങൽ RNP. ആറ്റിങ്ങലെ കുറിച്ച് പിന്നെ വേറെ അല്ല, സിനിമ റിലീസ് പറഞ്ഞല്ല എല്ലാ തിയേറ്ററും സിനിമ അങ്ങനെയില്ലേ. പണ്ട് കാലത്തെ പണ്ട് സിനിമ തിയേറ്റർ കുറേ 10-14 സിനിമ ഒരു സിനിമ ഇറങ്ങിയിട്ട് കഴിഞ്ഞ് 10-14 തിയേറ്ററിലെ കേരളത്തിൽ ഇറങ്ങുള്ളൂ. മെയിൻ തിയേറ്ററിൽ. ഇപ്പോൾ തൃശ്ശൂർ ആകെന്ന് പറയുന്ന പോലെ എറണാകുളം ഷേണൈസ്, കോട്ടയം അഭിലാഷ്, ആറ്റിങ്ങലില് ഒരു തിയേറ്റർ ഉണ്ട് ആറ്റിങ്ങല്. അങ്ങനെ പല പല സ്ഥലങ്ങളുണ്ട്. അതുപോലെ ആറ്റിങ്ങൽ RNP എന്ന് കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ പൂവണത്തും കൂടെ അപ്പൊ കഴിഞ്ഞുട്ടാ. അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി. എല്ലാവരും ഞങ്ങളെ കാണാൻ 9 മണിയാകുമ്പോൾ കാത്തിരിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷം, പോസിറ്റീവ് എനർജിയാണ്. എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ഉള്ള ഊർജം ഞങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാ ദിവസവും വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. നമ്മുടെ വീട്ടിലത്തെ ജോലികളും എല്ലാതിൻ്റെ ഒപ്പം കൊണ്ടുപോകണമല്ലോ. അതിൻ്റെ ഒപ്പമാണ് നമ്മൾ വീഡിയോ എല്ലാ ദിവസവും എടുക്കാനും നമ്മൾ സമയം കണ്ടെത്തുന്നത്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ നന്ദി, നമസ്കാരം.